അതേടി. എന്താടി പെണ്ണെ, നീ എന്നെ ആദ്യമായിട്ട് കാണുകയാണോ ഇങ്ങനെ നോക്കാൻ? അല്ല, എവിടെയടി വനജെ നിന്റെ കെട്ടിയോൻ ഷാജി? ഷാജിയേട്ടൻ പുറത്തു പോയിരിക്കുക. ഇപ്പൊ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പതുക്കെ സമാധാനമായിട്ട് വന്നാ മതി. എനിക്ക് യാതൊരു തിരക്കുമില്ല. ഒന്ന് നന്നായിട്ടുണ്ട്. ക്ഷീണമൊക്കെ മാറ്റിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇതിപ്പോ നമ്മുടെ സ്വന്തം വീടല്ലേ? അല്ല, ഇങ്ങനെയാണോ സാരി ഉടുക്കുന്നത്? ഞാൻ ഉടുപ്പിച്ചു തരാം. ഒന്ന് സഹകരിക്കടി. യവന് വരാൻ കണ്ട നേരം. ഇല്ലടി അവിടെ. എന്താ നിങ്ങൾ കാണിക്കുന്നേ? ആഹാ, പെണ്ണും പുള്ളയുടെ വിളി കേട്ട് ഒട്ടനെത്തിയല്ലോ. ഭർത്താക്കന്മാരായാലും ഇങ്ങനെ വേണം. എന്താ വേണ്ടത്? എന്റെ വീട്ടിൽ നിങ്ങൾക്ക് എന്താ കാര്യം? നിന്റെ വീടോ? ഇതോ? അത് ഇന്നലെ വരെ. ഇന്നു മുതൽ ഇത് എന്റെ വീടാ. എന്റെ മാത്രം വീട്. ഈ വീടിന്റെയും പുരയിടത്തിന്റെ ആധാരം എനിക്ക് പതിച്ചു തന്നിട്ടാ ചൊളയായി എണ്ണി വാങ്ങിയത്. പലിശ അടക്കം തിരികെ തരാന്ന് പറഞ്ഞ എഗ്രിമെന്റിന്റെ കാലാവധി ഇന്നലെ കഴിഞ്ഞു. ഇനി ഈ വീടും വീട്ടിലുള്ളതും എനിക്ക് സ്വന്തം. ഭദ്ര, എനിക്ക് ഒരാഴ്ചത്തെ കൂടി സമയം തരണം. അതിനുള്ളിൽ മുഴുവൻ പൈസ ഞാൻ തരാം. ചി നിർത്തറ. അവന്റെ ഒരു എളിമ. നിന്റെ കാര്യം കഴിഞ്ഞപ്പോ ഭദ്രന് വെറും പുല്ലുവില. നീ നാട് നീളെ എന്നെ പറ്റി പറഞ്ഞു നടക്കുന്നത് ഞാൻ അറിഞ്ഞു. പെണ്ണുപിടിയൻ, ആഭാസൻ, കഴുത്തറുത്ത് പലിശ വാങ്ങുന്നവൻ. അതേടാ, ഈ ഭദ്രൻ അതൊക്കെ തന്നെയാ. തീവട്ടി പലിശയ്ക്ക് പണം കൊടുത്തിട്ട് തന്നെയാ ഞാൻ ഇത്രയും വളർന്നത്. ആ പണം വാങ്ങിയിട്ടാ നിന്റെ അക്കച്ചി പൊറുതിക്കാരിയായി ഒരുത്തനോടെ കഴിയുന്നത്. അത് മറക്കണ്ട. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഭദ്ര എന്റെ മേൽ കുതിര കയറണ്ട. നീ വലിയ പുണ്യാളനൊന്നും ആവണ്ട. ആദ്യം എന്റെ കാശ് വെക്ക്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരാഴ്ചത്തെ സമയം കൂടി തരണമെന്ന്. ശരി, സമ്മതിച്ചു. ഒരാഴ്ചത്തെ അവധി കൂടെ തരാം. അതുവരെ ഒരു ഉറപ്പിനായി എവിടെ എന്റെ കൂടെ നിൽക്കട്ടെ. ഈ മുതൽ കയ്യിലിരുന്ന നീ പണം തന്നില്ലെങ്കിൽ എനിക്ക് വിരോധമില്ല. ഈ ഉരുപ്പടി വെച്ച് എങ്ങനെ മുതലാക്കാന്ന് എനിക്ക് മാറിയില്ലടാ. മാനിക്കരുത്. ദയവ് ചെയ്ത് ഒരവധി കൂടി എനിക്ക് തരണം. ശരി, ഒരാഴ്ചത്തെ അവധി കൂടി തന്നിരിക്കുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടെ എന്നെ നീ ഇങ്ങോട്ട് വരുത്തിയാൽ നിന്റെ 16 അടിയന്തരം കഴിഞ്ഞേ ഞാൻ പോവുള്ളൂ. അറിയാലോ എന്നെ നിനക്ക്. വിജയ, വണ്ടി കയറ. അയ്യോ അനിതേ, എന്ത് പറ്റി? എന്ത് പറ്റാൻ? ചേച്ചിയോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ ഈ വക സാധനങ്ങളൊന്നും ഇത്ര ഉയർത്തിക്കൊണ്ട് വെക്കരുതെന്ന്. ആരാന്ന് പോയി നോക്കി ചേച്ചി? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോയി നോക്കിക്കോളാം. ചേച്ചി ഇതൊന്ന് പെറുക്കി വെക്ക് പതുക്കെ. അയ്യോ, ഹായ്. എടാ മണിക്കുട്ടാ, നീ ഇന്നലെ എത്തോന്ന് പറഞ്ഞിട്ട്? അതെങ്ങനെയാ? ഇങ്ങോട്ട് വരാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാ ദേ ഇവന്മാരും കൂടെ വരണമെന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയത്. ഇവർക്ക് ചേച്ചി ഒന്ന് നേരിട്ട് കാണണമെന്ന്. ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഇവരുടെ തയ്യാറെടുപ്പാണ് ഒരു ദിവസം ലേറ്റ്. അപ്പൊ കൃത്യമായി പറഞ്ഞ സുഹൃത്തുക്കളോടൊപ്പം ഒരു ടൂർ പ്ലാൻ ചെയ്ത മണിക്കുട്ടന്റെ വരവ് അല്ലേ? ചേച്ചിയുടെ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നാ വായിക്കാറ്. ചേച്ചി ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ മനുഷ്യരെ കുറിച്ചും ഒക്കെ വർണ്ണിച്ചിരിക്കുന്നത് ഒന്ന് നേരിൽ കണ്ട് ആസ്വദിക്കാനാ ഞങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം. ഒന്ന് പോടാ, നിനക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒന്നും ഇവിടെ ഇല്ല. അതൊക്കെ പോട്ടെ, എവിടെ എന്റെ പുന്നാര അളിയൻ? ആള് 2 ദിവസമായി സ്ഥലത്തില്ല. എവിടെ പോയി? തിരുവനന്തപുരത്തേക്ക്. ദേശസ്നേഹം കൂടിയാ പിന്നെ എന്നെ പോലും മറന്നു പോകും. ഒന്ന് പോ ചേച്ചി. അളിയൻ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിലും ചേച്ചിയുടെ മുന്നില് ഒരു പാവം ഭർത്താവാ. ചേച്ചി എന്ന് പറഞ്ഞ ജീവനാണെന്ന് എനിക്കറിയാം. എന്റെ മണിക്കുട്ടൻ കിന്നാരം പറഞ്ഞു നിക്കാതെ ഫ്രഷ് ആയി വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ഈ പാവങ്ങൾക്ക് വിശക്കുന്നുണ്ടാവും. അതെ അതെ, ഒരാനയെ പിടിച്ച് തിന്നാനുള്ള വിശപ്പുണ്ട് അല്ലോടാ വെങ്കടി? അതെ അതെ. എന്നാ വാ. ശിവകാമി, എടി ശിവകാമി, ഷോ ഈ പെണ്ണിത് എവിടെ പോയി?
സീതമ്മേ, സീതമ്മേ. കാശ് കിട്ടിയോ? ഇല്ല. ഭദ്രമുതലാളി എന്തു പറഞ്ഞു? കളക്ഷൻ ഒന്നും പിരിഞ്ഞു വന്നിട്ടില്ല എന്നിട്ടാകാവുന്നു. അല്ല, ഈ ഭദ്രമുതലാളി ഇതെന്ത് ഭാവിച്ചാ? ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടിയില്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യം കഷ്ടത്തിലാകുമല്ലോ. ചേട്ടൻ നോക്കിക്കോ, ഇപ്രാവശ്യം കൊടുക്കാനുള്ള വായ്പയുടെ കാര്യം പറഞ്ഞ് അതിന്റെ പലിശ ഇനത്തിപ്പെടുത്തി ഒരു പൈസ പോലും അയാൾ തരില്ല. ഇവിടെയാണെങ്കിൽ അരി സാധനങ്ങളെല്ലാം തീരാറായി. എനിക്കിനി കടം ചോദിച്ച് പീടികയിലൊന്ന് കയറിയിറങ്ങാൻ വയ്യ. ഞാൻ ആ ചായക്കടക്കാരൻ വീരാനോട് കുറച്ച് രൂപ കടം ചോദിച്ചിട്ടുണ്ട്. തരാമെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ച് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. ഭദ്രം മുതലാളിയോട് കടുപ്പിച്ച് ചോദിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അങ്ങോട്ടല്ലേ കൊടുക്കാനുള്ളത്. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ശിവകാമി എവിടെ? അവളിവിടെ ഇല്ല, ഞാൻ എടുക്കാം. ഞാൻ ആ സുഗറയുടെ വീട്ടിലേക്ക് പോയിരിക്കായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആളെ കാണാനില്ല. വെള്ളം ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അവള് പിന്നെ ഇത് എവിടെ പോയി? നീ ഇതുവരെ അലക്കി തീർന്നില്ലേ? ദേ, ഞാൻ കേറാൻ പോട്ടോ. ശിവകാമി, നിന്റെ കൂട്ടുകാരി ബാമ എന്താ നേരത്തെ പോയെ? അവളുടെ അമ്മയ്ക്ക് സുഖമില്ല. വീട്ടുപണി മുഴുവൻ അവളുടെ ചുമല്ല. ഓ, അതാണോ? ശിവകാമി കുളിച്ചു കയറിയാലും ബാമ കുളിച്ചു കയറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല ശിവകാമി, ഇന്നലെ ഏതോ പയ്യന്മാർ നിന്റെ കൈ കയറി പിടിച്ചെന്നോ നിന്റെ ഫോട്ടോ എടുത്തെന്നോ എന്നൊക്കെ പറയണ കേട്ടല്ലോ. ഓ, അത് ഊളംപാറ തുറന്ന് മുങ്ങിയിട്ട് പൊങ്ങിയത് ഇവിടെയാ. അവനൊക്കെ ഞാൻ ഭേഷ കൊടുത്തിട്ടുണ്ട്. ഭാമയില്ലാത്തോണ്ട് ഒരു രസവും ഇല്ല. നിർത്ത്. ശിവകാമി, അവളിഞ്ഞ് വരട്ടെ. എബിയോട് ഇന്നലെ അവളെ കാണിച്ച വൃത്തിയേടിന് അവൾക്ക് നല്ലൊരു പണി കൊടുക്കണം. ഒന്ന് വേഗം നടക്ക്. ഹലോ ശിവകാമി, അത് ശരി. അപ്പൊ നീയൊന്നും ഇവിടുന്ന് പോയില്ലല്ലേ? ദേ, പഞ്ചാര വർത്തമാനം കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. ഇന്നലെ നിങ്ങളുടെ കൂടെയുള്ള മറ്റവനെ കിട്ടിയല്ലോ, അതേപോലെ നിങ്ങൾക്കും കിട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. വാടി, നമുക്ക് പോവാം. എടാ, ഇന്നലെ ഇവള് നമ്മുടെ എബിയെ തല്ലി. നമുക്ക് നോക്കി വയ്ക്കാനേ കഴിഞ്ഞോളൂ. അതുകൊണ്ടാണ് ഇന്ന് ഇവള് ഈ ഡയലോഗ് അടിക്കുന്നത്. നമ്മൾ വെറും മണ്ടന്മാരായി. നമ്മൾ ആരാ നമുക്ക് കാണിച്ചു കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റുക? ഇവളെ പൊക്കിയെടുത്ത് എബിയുടെ മുമ്പിൽ കൊണ്ടിടാം. അവൻ തീരുമാനിക്കട്ടെ ഇവളുടെ ശിക്ഷ. വാ, അവിടെ നിൽക്കണേ. ഇന്നലെ നീ രക്ഷപ്പെട്ടു, ഇന്ന് നിന്റെ കാര്യം പോക്കാ. ഇവനെയൊക്കെ ഞാനിന്ന് അയ്യോ, വേഗം നിന്നെ എടുത്തോളാടി. നീ ഇതെവിടെയായിരുന്നു ഇത്രയും നേരം? അത് പിന്നെ ഞാനും ഭാമയും കൂടെ വെറുതെ പുഴയില്. കൊള്ളാം, രണ്ടും കണക്കാ. ചുറ്റിക്കറങ്ങി നടന്നോളും. പ്രായം തികഞ്ഞ പെൺകുട്ടികളാണെന്ന വിചാരമില്ല രണ്ടെണ്ണത്തിനും. നീ അവളെ വെറുതെ വഴക്ക് പറയാതെ സീതമ്മേ. വാ മോളെ, നീ പോയി ആ നനഞ്ഞ തുണിയൊക്കെ ഒന്ന് മാറ്റി. തണുപ്പടിച്ച് വെറുതെ അസുഖമൊന്നും പിടിച്ചു വെക്കണ്ട. അതെ, ചേട്ടനെ ഇവളെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. സീതമ്മേ, നമുക്ക് ഇവളെയും കെട്ടിച്ചയച്ചാലോ? ആ ബോട്ട് ക്ലബ്ബിൽ ജോലി എടുക്കുന്ന ദാസൻ എന്റെ അടുത്തൊരു ആലോചനയായിട്ട് വന്നിട്ടുണ്ട്. അവന്റെ ബന്ധത്തിനൊരു വൈന് വേണ്ടിട്ടാ. അതെ, എനിക്കിപ്പോ കല്യാണത്തിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ആവുമ്പോ പറഞ്ഞോളാം. ഒന്നും പറയണേ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ പൊര നിറഞ്ഞു വന്നു പോകും. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ലേ, എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. അത് നടന്നിട്ട്
ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കും. എനിക്കൊരു ഡോക്ടർ ആവണം. അച്ഛന്റെ ആഗ്രഹം അത് തന്നെയല്ലേ. ഈ ഗ്രാമത്തിൽ എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട്. അവർക്കൊരസുഖം വന്ന കാശ് വാങ്ങാതെ എനിക്ക് ചികിത്സിക്കണം. മോളുടെ നല്ല മനസ്സ് ഭഗവതി കാണുന്നുണ്ട്. നിന്റെ ആഗ്രഹം നടക്കും മോളെ. നടക്കും. പഠിക്കാതെ കറങ്ങി നടന്നിട്ടാ എൻട്രൻസ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. പരീക്ഷ ഫലം വന്നിട്ട് ആലോചിക്കാം ഡോക്ടർ ആവണോ നഴ്സ് ആവണോന്നൊക്കെ. ദേ അമ്മ കളിയാക്കൊന്നും വേണ്ട. പരീക്ഷയാവുമ്പോ ജയം തോൽവിയൊക്കെ ഉണ്ടാവും അല്ലേ അച്ഛാ? പിന്നല്ലേ. എന്തായാലും ഇപ്രാവശ്യം ഞാൻ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ ജയിച്ചിരിക്കും. ദീപം ദീപം ദീപം. അനന്തേട്ടനെ കണ്ടില്ലല്ലോ അമ്മേ. അവൻ ഇപ്പൊ വരും. വരുന്ന സമയം ആവുന്നില്ലേ ഉള്ളൂ. അനന്തേട്ടൻ വന്നു. ആശ്രമത്തിൽ പോയി സ്വാമിജിയെ കണ്ടു. കുറച്ച് കുഴമ്പ് നന്നായിച്ചിട്ടുണ്ട്. ദാ ഇത് നന്നായിട്ട് ദേഹത്ത് തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. നീ ചെന്ന് അമ്മേനൊന്ന് സഹായിച്ചു. കുറച്ച് കഴിയട്ടെ മോനെ. ഭദ്രന്റെ കാശ് കൊടുക്കാനുള്ള കാലാവധി തീരാറായിരിക്കുക. പലിശ ഇപ്പോൾ ഒരുപാട് മുടക്കമുണ്ട്. പലിശ വാങ്ങിക്കാൻ ശിവകാമിയുടെ അച്ഛൻ വരുന്നതുകൊണ്ടാ നമുക്കൊരു ഇളവുള്ളത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ മതിയെന്നും പറഞ്ഞ് അദ്ദേഹം പോവും. എന്നും അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. പിള്ള പറഞ്ഞത് ഭദ്രനാകെ ദേഷ്യത്തിലാന്നാ. ഭദ്രൻ എന്നെ കണ്ടിരുന്നു. അയാളുടെ മുനവെച്ചുള്ളൊരു വർത്താനം എന്നെ ഇവിടെ നിറക്കി വിടുന്നു പറഞ്ഞു. ഞാനും വിട്ടുകൊടുത്തില്ല. അവനോട് എതിർക്കാനൊന്നും നിൽക്കണ്ട മോൻ. മഹാ ചീത്തയവൻ. തീറ്റി പോറ്റുന്ന കുറെ ഗുണ്ടകളുണ്ട് അവന് കൂട്ടിന്. ആരുണ്ടായാലും എനിക്കെന്താ? വീടും സ്ഥലവും പണയപ്പെടുത്തി കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. കുറച്ച് സാവകാശം വേണമെന്നേ ഉള്ളൂ. ഭദ്രന്റെ ഉദ്ദേശം ഈ വീടും സ്ഥലവും സ്വന്തമാക്കിയിട്ട് മറച്ചു വിറ്റാൽ ഇരട്ടി കാശ് കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വീടും സ്ഥലവും നമുക്ക് വിൽക്കാം മോനെ. ഭദ്രന്റെ കടം വീട്ടി ബാക്കിയുള്ള തുകയ്ക്ക് മറ്റൊരു വീട് നോക്കാം. അമ്മ എന്തേ പറയണേ? ഈ വീട് വിട്ടുകൊടുക്കാൻ അമ്മയ്ക്ക് കഴിയുമോ? അച്ഛന്റെ ആത്മാവ് ഈ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അമ്മയല്ലേ പറയാറ്? അച്ഛന്റെ അസ്ഥിത്തറയിൽ പിന്നെ ആര് വിളക്ക് തെളിയിക്കും? ശരിയാ മോനെ. ഒരു നിമിഷം ഞാൻ എല്ലാം മറന്നു. നിന്റെ അച്ഛൻ ആഗ്രഹിച്ചു വെച്ച വീടായത്. ഉള്ള സമ്പാദ്യം മുഴുവൻ ഇതിനു വേണ്ടിയാ ചെലവാക്കിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആഗ്രഹം തീരുന്നത് വരെ ഈ വീട്ടിൽ കഴിയാൻ ഈശ്വരൻ ആയുസ് കൊടുത്തില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമേ അമ്മയ്ക്കുള്ളൂ. എല്ലാം അമ്മയ്ക്കറിയാലോ. എനിക്ക് അഭയം തന്ന അമ്മയുടെ കൈകളിൽ ഞാൻ സുരക്ഷിതേ. എന്നാലും ഒന്നോട് ഓർമ്മിപ്പിക്കുക മകളെ, നിന്റെ വാക്കുകളിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ആരാ അത്? കാവിലമ്മയുടെ കളിക്കണേ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? ചൂടാവാതെ മോളെ, നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നീ ആരാടി? ഇവിടുത്തെ വനകന്യകയോ? എവിടെ നിന്റെ കൂട്ടുകാരി? അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീയും അവളും കൂടെ കിടന്ന് ഇവിടെ വിലസുകാന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ കളി ഇന്നത്തോടെ ഞാൻ തീർത്തു തരുന്നുണ്ട്. മോനെ, താനൊരു തരികടയാണെന്ന് തന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവൂല. ഇതേ സ്ഥലം മോശം. ദേ ഞാനൊന്ന് ഉറക്ക വിളിച്ച നാട്ടുകാർ തന്നെ ശരിയാക്കും. എന്നാ വിളിക്കടി, നാട്ടുകാർ വരട്ടെ. എന്നെ വിളിച്ചു വരുത്തി പറ്റിച്ചാണെന്ന് ഞാൻ പറയും. അനാവശ്യം പറയരുത്. ഈ ശിവകാമി ആരാന്ന് തനിക്കറിയില്ല. എന്നാ ശിവകാമി ആരാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. വിളിക്കടി.
ഇച്ചേന്റെ കാര്യം ഞാൻ ഇപ്പൊ മനസ്സ് വിചാരിച്ചതേ ഉള്ളൂ. എബി എവിടെ വെച്ച് കണ്ടു? എന്താടാ, നിനക്ക് എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. നിന്റെ അനിയൻ വഴിയെ പോയൊരു പെണ്ണിന്റെ കൈ കയറി പിടിച്ചതിന് നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയതാ. ഞാൻ തക്ക സമയത്ത് ആ വഴി വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ അനിയന്റെ ശവം പോലും അവർ ബാക്കി എന്താടാ ഞാൻ കേൾക്കുന്നേ? നിന്റെ അനിയൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് നീ ഫോണിലൂടെ പറഞ്ഞപ്പോ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇത് ബാംഗ്ലൂരല്ല, തനി നാട്ടുമ്പുറമാണെന്ന്. അവിടെ കാണിക്കുന്ന അഭ്യാസങ്ങളൊന്നും ഇവിടെ കാണിച്ച വില പോവില്ല. പെണ്ണിന്റെ മാനത്തിന് വലിയ വില കൊടുക്കുന്നവരാ ഇവിടെ ഉള്ളവര്. മര്യാദക്ക് നിൽക്കാമെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം. അത് നിന്റെ കൂട്ടുകാരോടും പറഞ്ഞേക്ക്. ചേച്ചി, അളിയൻ പറഞ്ഞത്ര കാര്യമാക്കണ്ട. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ ഒരു രസമല്ലേ ചേച്ചി? അനിതേ, കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. ഉച്ചയ്ക്ക് ഊണ് പോലും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പ്. ആകെ പ്രശ്നമാടാ. ഞാൻ ആ പെണ്ണിന്റെ കൈ കയറി പിടിച്ചപ്പോ അവള് കിടന്ന് കരഞ്ഞു. അങ്ങനെ അവന്മാർ ഓടി വന്നത്. അത് സാരമില്ലടാ, അളിയൻ അറിഞ്ഞ നാണക്കേടായി പോയത്. ഇനി അങ്ങേരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നീ ഇതാ വരുന്നെന്ന് പറഞ്ഞു പോയിട്ട് ഇങ്ങനൊരു പുലിവാലി പിടിക്കാനാന്ന് ഞാൻ അറിഞ്ഞില്ല. ചെറിയൊരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങളും കൂടെ വരുമായിരുന്നല്ലോ. എന്നിട്ട് വേണം ആകെ മൊത്തം കുളമാക്കാൻ. ഇപ്പൊ കുളമായില്ലല്ലോ. ആ പെണ്ണിന്റെ കാര്യം എന്തായിട്ടുണ്ടാവോ എന്തോ. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാ വിചാരം. കെട്ടുപ്രായം തികഞ്ഞിട്ട് ഇവളുടെ കാല് ഉറച്ചിട്ടില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ഇനി നാളെ ഇതുപോലെ എവിടെങ്കിലും ചെന്ന് വീണിട്ടിങ്ങ് പോന്നേരെ. ഇവിടെ ഞാനൊരുത്തി ഉണ്ടല്ലോ നിന്നെ പുന്നരിക്കാൻ. എടി ഒന്ന് നിന്നേ. എങ്ങോട്ടാ ഈ പോന്നെ? എനിക്ക് ഭാമയൊന്ന് കാണണം. നാട് ചുറ്റി നടന്നോ. കെട്ടിക്കാറായ പെണ്ണാന്നുള്ള ഓർമ്മ വേണം നിനക്ക്. വിളിച്ചു കൂവി നാട്ടുകാരെ മുഴുവൻ അറിയിക്കണ്ട. കെട്ടിച്ചേക്കാറായ പെണ്ണാണ് പോലും. എന്താടി നിന്റെ അമ്മയായിട്ടൊരു കശപിശപ്പ്? ഒന്നുമില്ല. ദേ എത്തിയല്ലോ. ഈ ഞാൻ വെച്ചിക്ക് മരപ്പട്ടി കൂട്ട് കൊള്ളാം. നിന്റെ അമ്മയാകെ ചൂടിലാണല്ലോ. എന്താ കാര്യം? അതിവിടെ സ്ഥിരം ഉള്ളതല്ലേ. പ്രത്യേകിച്ച് ഒരു കാരണം വേണ്ട അമ്മയ്ക്ക്. നീ വാ. അല്ല, എന്താ നിന്റെ കയ്യില്? അത് പിന്നെ ഒന്ന് മുറിഞ്ഞു. കാല് വരുത്തി വീണത്. സാരമില്ല. ശിവകാമി, ഞാൻ മറ്റു ചെക്കന്മാരെ അനിത ചേച്ചിയുടെ വീട്ടിൽ വെച്ച് കണ്ടു. ഞാനാകെ ഞെട്ടിപ്പോയി. അവരെന്താ അവിടെ? അതല്ലേ രസം. നമ്മുടെ അനിത ചേച്ചിയുടെ അനിയൻ എബി അതിലൊരുത്തൻ. ആനന്ദും വെങ്കടിയും അവന്റെ സുഹൃത്തുക്കളാ. ബാംഗ്ലൂരിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരാണവർ. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അന്ന് വഴിയിൽ വെച്ച് എബി നിന്റെ കയ്യെ കയറി പിടിച്ചതും ഫോട്ടോ എടുത്തതും അനിത ചേച്ചിയോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. നിന്നോട് ചോദിച്ചിട്ടാവാന്ന് കരുതി. എന്താ, ഒരു വെടിമരുന്ന് പൊട്ടിക്കട്ടെ? അതൊന്നും വേണ്ട. ഞാനിതൊക്കെ അപ്പഴേ മറന്നു കളഞ്ഞില്ലേ. ഇതെങ്ങാനും അമ്മയുടെ ചെവിയിലെത്തിയ പിന്നെ അത് മതി എന്നെ ചീത്ത പറയാൻ. ഞാനായിട്ട് ആരോടും പറയാൻ പോകുന്നില്ല. നീ പറയാതിരുന്നാ മതി. അല്ല, പറയുന്നത് കൊണ്ട് വിഷമം തോന്നരുത് രാമൻ നായരെ. നിങ്ങളെല്ലാം നോക്കി നിൽക്കുകയാണ് ആ ഭദ്രനും കൂട്ടർ അനന്തന്റെ വീട് കയറി ആക്രമിച്ചതും അനന്തനെ തല്ലിച്ചതച്ചതും. എന്ത് എന്ന് ചോദിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ? ചോദിക്കൂല. നിങ്ങളൊക്കെ ആ ഭദ്രന്റെ ആൾക്കാരല്ലേ? അല്ലെങ്കിൽ ഭദ്രനെ നിങ്ങൾക്ക് പേടിയായിരിക്കും. ഭദ്രനെ നമ്മൾ ഇന്നും ഇന്നലെ മുതൽ കാണാൻ തുടങ്ങിയതല്ലോ. അയാളോട് എതിർക്കാൻ ആർക്കെങ്കിലും കഴിയൂ? എന്നാലും ഇത് വലിയ കഷ്ടമാണ് എന്റെ റബ്ബേ. ചോദിക്കാനും പറയാനും ആരില്ലാന്ന് കണ്ട ഈ നാട് തന്നെ വലിയ കഷ്ടത്തിലാവുമല്ലോ. ആ അനന്തൻ പോലീസിൽ വല്ല കംപ്ലൈന്റ് ചെയ്തോ ആവും. എന്നിട്ട് എന്താവാൻ? അവിടെ ഇരിക്കുന്നവരും ഭദ്രന്റെ സർക്കാർ വാങ്ങിക്കുന്നവരല്ലേ? കംപ്ലൈന്റ് കൊടുക്കാൻ പോണവരും വിളിച്ചകത്താക്കും. ഈ കേസിൽ അനന്തൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പണം കൈപ്പറ്റിയത് കൊണ്ട് ആ വീടും പറമ്പും ഭദ്രന് തീരെഴുതി കൊടുത്തിരിക്കുന്നു. ഭദ്രന് ഒരു അവധി കൂടി കൊടുത്തിട്ടുണ്ട്. ആ അവധിയും കൂടി തെറ്റിയാൽ പാവം അനന്തനെയും കുടുംബത്തെയും അവിടെ നിന്ന് ഇറക്കി വിടുക തന്നെ ചെയ്യും. എന്റെ പതരീങ്ങളെ. പിന്നെ വീരാനെ, ഞാൻ ഇറങ്ങുക. പോയിട്ട് കുറെ ജോലിയുണ്ട്. ആ സവാളയുടെ തരിഞ്ഞു വെക്കില്ലേ? അപ്പൊ ഇന്നലത്തെ പറ്റ ബുക്കിലെഴുതിക്കല്ലേ? കൊറേ ആയി.
ഭദ്ര മുതലാളി എന്താ ഈ വഴി? മീനാക്ഷിയുടെ വീട്ടിൽ പോവാൻ പിന്നെ വേറെ വല്ല വഴി ഇരിക്കണ? ആ രാമൻ നായർ നോക്കണ്ട, ഭദ്ര മുതലാളി മീനാക്ഷിയുടെ വീട്ടിൽ തന്നെയാ പോണത്. എന്താ ഈ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന പോലെ. നിന്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ എനിക്കെന്തോ അനുഭൂതി ഉണ്ടാകുന്ന പോലെ, ഒരുതരം ഭ്രാന്ത്. എനിക്കറിയാം, ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തോൽക്കുകയാണ്. ദേ, ആൾക്കാരോടൊന്ന് പറയും മുമ്പ് ഈ കഴുത്തിലൊരു താലി കെട്ടണം. അതെന്റെ ഒരു സ്വപ്ന. നിന്റെ ഒരു സ്വപ്ന? എന്താ പറഞ്ഞേ? ഏയ് അല്ല, താലി കെട്ടിയില്ലെങ്കിൽ എന്താ, നീ എന്റെ സ്വന്തമല്ലേ, എന്റെ മാത്രം. ഹരിയോ? അമ്മായി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം മുഴുവൻ നിനക്കല്ലേ. ഇപ്പൊ നിന്നെ കാണാൻ നല്ല രസമുണ്ട്. അല്ല, നീ ഇന്നലെ ചാർജ് എടുക്കുന്നാണല്ലോ നിന്റെ അമ്മ പറഞ്ഞത്. എന്നിട്ട് ഇങ്ങോട്ട് വരാൻ ഇപ്പോഴാണോ നിനക്ക് സമയം കിട്ടിയത്? ഇന്നലെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. ചാർജ് എടുത്ത ഉടനെ തന്നെ ഒരു കെട്ട് ഫയലുകളാണ് മുമ്പിൽ വന്നത്. അതൊന്നും കൈകാര്യം ചെയ്ത് വന്നപ്പോൾ നേരെ ഒരുപാട് വൈകി. മകന്റെ തലേ തൊപ്പി കയറപ്പോഴുള്ള അമ്മയുടെ അഭിമാനം എന്റെ പുന്നാരനാത്തന്റെ നാവിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അമ്മയെന്നും വിളിക്കാറുണ്ടല്ലേ? അതിന് ഒരു കുറവും ഇതുവരെ വരുത്തിയിട്ടില്ല. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഇവിടെ തന്നെ ആയത് ഞാൻ സന്തോഷിക്കുന്നു അമ്മായി. ഒന്നുമില്ലെങ്കിലും ഈ നാട്ടിൽ നിന്ന് കളിച്ചു വളർന്ന് പോയവനല്ലേ ഞാൻ. എന്തായാലും നിന്റെ ആഗ്രഹം സാധിച്ചില്ലേ? പഠിക്കുന്ന സമയത്തെ സബ് ഇൻസ്പെക്ടർ ആകണമെന്നുള്ള നിന്റെ വാശി ദൈവം സാധിച്ചു തന്നില്ലേ? ദൈവമല്ല അമ്മായി, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ടെസ്റ്റ് പാസ്സായതുകൊണ്ടും എന്റെ ലക്ഷ്യം കണ്ടെത്താനുള്ള കഠിന പരിശ്രമത്തിന്റെയും ഫലമായാണ് എനിക്ക് ഈ യൂണിഫോം കിട്ടിയത്. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ പൂർണ്ണതയിലെത്തൂ. അല്ലെങ്കിലും നിനക്ക് ഈശ്വരൻ നിന്ന് എത്തിരി കൂടുതലാ. അനന്തൻ എവിടെ അമ്മായി? അവൻ ഓഫീസിൽ പോയി, നീ അകത്തേക്ക് വാ. ആ, ഹരിയേട്ടനായിരുന്നോ? പോലീസ് വണ്ടി ഉണ്ടപ്പോ ഞാൻ പേടിച്ചുപോയി. അപ്പൊ ഇതുവരെയും പോലീസുകാരെ കണ്ടാലുള്ള പേടി നിനക്ക് ഇതുവരെ മാറിയില്ലല്ലേ? അമ്മായിക്ക് ഓർമ്മയുണ്ടോ, പണ്ടൊരു പോലീസുകാരൻ ഇവളോട് എവിടെ പോകുന്നു ചോദിച്ചതേ ഉള്ളൂ. പേടിച്ചോടി പുഴയെ ചെന്ന് വീണു. തക്ക സമയത്ത് ഞാൻ കണ്ടതുകൊണ്ട് ഇവളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഇപ്പോ ഇതുപോലെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? നന്ദിയുണ്ട് എന്റെ ജീവൻ രക്ഷിച്ചതിന്. പക്ഷേ ഇതുപോലെ കാണുമ്പോ പറയുന്നത് വളരെ ബോറാ. പോലീസ് ഓഫീസർ ആയതുകൊണ്ട് വലിയ അഹങ്കാരമൊന്നും വേണ്ട. എനിക്കിപ്പോ പണ്ടത്തെ പോലെ പോലീസുകാരെ പേടിയില്ല, പ്രത്യേകിച്ച് ഹരിയേട്ടനെ. ഓ, നിങ്ങൾ രണ്ടാളും മൂന്നാം നാളാ. പരസ്പരം കാണുമ്പോ തന്നെ അതും ഇതും പറഞ്ഞ് വഴക്ക് തുടങ്ങിക്കോളും. എടി പോടി അപ്പുറത്ത്, ഹരിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ചെല്ലേ വാമനെ. അമ്മായി, ഞാനൊരു കാര്യം അറിഞ്ഞു, അത് നേരാണോ? എന്താ മോനെ? ഭദ്രനും കൂട്ടരും ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയോ? അത് അമ്മാവൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഓപ്പറേഷനും മറ്റു ചെലവുകൾക്കും വേണ്ടി ഒരുപാട് കാശ് വേണ്ടി വന്നെന്ന് എനിക്കറിയാം. അമ്മാവൻ്റെ ഇൻഷുറൻസ് തുക കൊണ്ടാണ് അതെല്ലാം നടത്തിയെന്നാണ് അനന്തൻ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വീടും പുരയിടവും പണയപ്പെടുത്തി ഭദ്രന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് അനന്തൻ എന്ത് ചെയ്തു? അനന്തൻ അനാവശ്യമായി കാശ് ചെലവാക്കുമെന്നോ ദൂർത്തടിക്കുമെന്നോ നീ വിചാരിക്കുന്നുണ്ടോ? എല്ലാം നിന്റെ അമ്മാവന്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ഇൻഷുറൻസിൽ നിന്ന് കിട്ടിയ തുക വളരെ തുച്ഛമായിരുന്നു. ആരെയും അറിയിക്കാതിരിക്കാൻ അന്നങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. പണമായിട്ട് ഞങ്ങൾ സഹായിക്കാൻ വന്നപ്പോൾ അനന്തൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അല്ലെങ്കിലും അവന് കുറച്ച് അഭിമാനം കൂടുതലാ. ബ്ലേഡ് മാഫിയക്കാരെ വീട്ടിൽ വന്ന് അട്ടഹാസം കാണിച്ചപ്പോൾ അവൻ്റെ അഭിമാനം എവിടെ പോയി? ഇപ്പൊ നാട്ടുകാർ മൊത്തം അറിഞ്ഞില്ലേ? ആകെ നാണക്കേടായില്ലേ? അമ്മായി വിഷമിക്കാനല്ല പറഞ്ഞത്. ഈ ബന്ധവും സ്വന്തം എന്നൊക്കെ പറയുന്നത് എന്തിനാ? ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ സഹായിക്കാനും സഹകരിക്കാനും അല്ലേ? ആ,
ആനന്ദിനെ എനിക്ക് കാണണം. വരുമ്പോൾ ക്വാർട്ടേഴ്സിലേക്ക് ഒന്ന് വരാൻ പറയണം. ശരി സാർ, ശരി സാർ, കൊടുക്കാം സാർ. സാർ ഫോൺ. ഹലോ, പറയൂ അശോക്. ശരി, ഞാൻ വരാം. ദാ എനിക്ക് സ്റ്റേഷനിൽ നിന്നെത്തണം. ഇറങ്ങട്ടെ? അയ്യോ നിക്ക്, പിന്നെ ആവാം. വണ്ടി എടുക്ക്. ഹരിയേട്ടനെന്തേ പോയോ? ധൃതി ഉണ്ടെന്ന്. എന്താ അമ്മേ മുഖം വല്ലാതിരിക്കുന്നേ? മോളെ, ഭദ്രൻ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയ കാര്യം ഹരി അറിഞ്ഞു. ഇനി അതിന്റെ പേരിൽ അവൻ എന്തെങ്കിലും... എന്റെ വഴിക്ക് തടസ്സം നിൽക്കുന്ന ആരാടാ? നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീയൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, അപ്പൊ മനസ്സിലാവും ഞാൻ ആരാണ്. നീ ആ വടക്കേലെ ഹരിയല്ലേ? ഹരിദാസ്. കറക്റ്റ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മറക്കാൻ പറ്റില്ല നിനക്ക്. പക്ഷെ ഞാൻ അറിഞ്ഞത് നീ ഈ നാട്ടിലെ സാധുക്കളെ എല്ലാം മറന്നു എന്നാണ്. ആണോടാ ഭദ്ര? അതിന്റെ തൊഴിലിന്റെ ഭാഗമാണ്. മുഖം നോക്കിയിരുന്നാലേ പോകുന്നത് എന്റെ കാശ. ഞാൻ അറിഞ്ഞു നീ ഇവിടെ SI ആയി ചാർജ് എടുത്ത വിവരം. എന്റെ പണിക്ക് ബന്ധവും സ്വന്തവും നോക്കാൻ പറ്റില്ല. എന്റെ വഴി മുടക്കാതെ നീ പോയി നിന്റെ പണി നോക്ക്. ഞാൻ പോകാൻ തന്നെയാ വന്നത്. പക്ഷെ നിന്നോട് പറയാനുള്ളത് പറയാതെ പോയാൽ അതെങ്ങനെ ശരിയാവും ഭദ്ര? നാട്ടിൽ ഒരുപാട് പേർക്ക് നീ പലിശയ്ക്ക് പണം കൊടുത്തിട്ടുണ്ടാവും, അത് നിന്റെ കാര്യം. പക്ഷെ സാധുക്കൾ പലിശ തരാൻ വൈകിയെന്ന് പറഞ്ഞ് അവരുടെ വീടുകൾ കയറിയിട്ടുള്ള നിന്റെ ഈ തെമ്മാടിത്തരം ഉണ്ടല്ലോ, അത് എൻ്റെ കുടുംബക്കാരോട് വേണ്ട. നീ കാണിച്ചു കൂട്ടിയ പല വൃത്തികേടുകളും കംപ്ലൈന്റ് രൂപത്തിൽ എൻ്റെ ഫയലിലുണ്ട്. നീ ഒന്നും എന്നെ കൊണ്ട് തുറപ്പിക്കരുത്. തുറപ്പിച്ചാൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ നിന്നെ ഞാൻ പൂട്ടും. ഇത് പറയുന്നത് പഴയ ഹരിദാസ് അല്ല. കുറ്റവാളികളെ കണ്ടെത്തി അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സർക്കാർ യൂണിഫോമും നക്ഷത്രങ്ങളും തന്ന് അധികാരപ്പെടുത്തിയ ഒരു പോലീസ് ഓഫീസറായിട്ട്. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോ ഞാനങ്ങോട്ട് ചെല്ലട്ടെ, പലിശക്കാരൻ ഭദ്ര. അങ്ങനെ അങ്ങ് പോയാലോ ചങ്ങാതി? നിന്റെ ഈ വിരട്ടൊന്നും കണ്ട് പേടിക്കുന്നവനല്ല ഈ ഭദ്രൻ. നീ പണ്ട് കുട്ടിയും കോലും കളിച്ചു കിടന്ന നാടുമല്ലേ ഇത്? ഞാനൊന്ന് വിരലിനൊടിച്ചാൽ പിന്നെ ഏത് വമ്പനായാലും ബാക്കിയുണ്ടാവില്ല. ഈ കൊച്ചു നാട്ടിൻപുറത്ത് നിന്നെപ്പോലൊരു തീവട്ടിക്കൊള്ളുകാരനെ ഒതുക്കാൻ ഞാൻ മാത്രം പോരെ ഭദ്ര? ഞാൻ തന്നെ. എന്താ, തനിക്ക് മാത്രമേ വിളക്ക് തെളിയിക്കാവുന്ന നിർബന്ധം വല്ലതുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? വിളിച്ച് കൂവ്. ആൾക്കാർ വരട്ടെ. തൻ്റെ അധികാരത്തില് ഞാൻ കൈ കടത്തിയെന്ന് പറ. എന്താ വിളിച്ച് കൂവുന്നില്ലേ? നിൽക്ക്. എന്തെങ്കിലും പറഞ്ഞിട്ട് പോ. എനിക്കൊന്നും പറയാനില്ല. എന്നാൽ എനിക്ക് പറയാനുണ്ട്. നമ്മൾ തമ്മിൽ കണ്ട അന്ന് മുതൽ ഞാൻ തനിക്ക് ശത്രുവാണ്. തോൽവി എനിക്കും ജയം തനിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ജയിക്കാൻ നോക്കിയതാ. തൻ്റെ കയ്യിലെ ഈ മുറിപ്പാട്. പക്ഷേ അവിടെ നീ വിജയിച്ചു. അവരെന്നെ തല്ലിച്ചതയ്ക്കുന്നത് നീ കണ്ട് രസിച്ചു. അങ്ങനെ നീ മാത്രം ജയിച്ചാൽ പോരല്ലോ എല്ലായ്പ്പോഴും. ഇപ്പം നിന്റെ മുന്നിൽ എനിക്ക് ജയിക്കണം. അതിനായി
ചിത്തിരപ്പൂങ്കാവിൽ മുത്തുമണിത്തേരിൽ ചിത്തിരപ്പൂങ്കാവിൽ ചാരി വന്നു രാഗം മൂളി പുന്നാരപ്പൂ മുത്തം നൽകി നീ ചിലച്ചിരി തൂകി കുടമുല്ലപ്പൂവ് പോലെ നെഞ്ചിലൊരു കൊഞ്ചലുമായി തഞ്ചമായി കുളിരായി വരുമോ മുത്തുമണിത്തേരിൽ. അമ്മേ 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 എന്താടി? ഞാനേ എൻട്രൻസ് പരീക്ഷ ജയിച്ചു. നേരോ? ദേ പത്രത്തിലുണ്ട് റിസൾട്ട്. എന്റെ ഈശ്വര. ഞാൻ അച്ഛനോടൊന്ന് പറയട്ടെ. അച്ഛാ 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 അച്ഛാ. എന്താ മോളെ? ഒരു സന്തോഷ വാർത്തയുണ്ട്. അതെ, ഇവളെ എൻട്രൻസ് പരീക്ഷ ജയിച്ചു. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ ഇവള് ജയിക്കുമെന്ന്. ഏത് കാര്യമായാലും പരിശ്രമിച്ചാലേ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. എന്തായാലും കാവിൽ പോയി ദേവിയുടെ സന്തോഷം പങ്കുവെച്ചിട്ടേ ഉള്ളു കാര്യം. അമ്മേ ഞാൻ ദേ വരുന്നു. ആ പിന്നെ ഞാൻ ഭാമയുടെ വീട്ടിലൂടെ പോയിട്ടേ വരൂ കേട്ടോ. ആ മോളെ വേഗം ഇങ്ങ് വന്നേക്കണേ. ആ ശരി. പാവം പെന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അവള് പഠിച്ചൊരു ഡോക്ടറാകണം, അതാ എന്റെ ആഗ്രഹം. നടക്കും ചേട്ടാ, കാവിലമ്മ എല്ലാം നടത്തി തരും. അമ്മേ ഭഗവാൻ. ഓ അതൊക്കെ വെറുതെയാ. ഇന്നത്തെ കാലത്ത് എൻട്രൻസ് പരീക്ഷ പാസ്സാവാത്തൊന്നും അത്ര വലിയ കാര്യമല്ല. എന്തേ ഇത്ര നിസ്സാരമായിട്ടെടുത്തേ? എനിക്കിത് വലിയ കാര്യം തന്നെയാ. ഞാൻ കഷ്ടപ്പെട്ട് ഉറങ്ങാതിരുന്ന് പഠിച്ചതിന്റെ ഫലം എന്റെ ഈ റിസൾട്ട്. ഞാൻ വെറുതെ പറഞ്ഞതാ. തന്റെ പിണക്കം മാറ്റാൻ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പകരം തരുന്നതാണോ? അല്ല, എന്റെ സന്തോഷത്തിന് തനിക്കുള്ള സമ്മാനം. ഇഷ്ടമായോ? ഇപ്പൊ കണ്ട ഒരു മാലാഖയെ പോലെയുണ്ട് ശിവകാമി. ഞാൻ തേടി നടക്കുന്ന ജീവിത പങ്കാളിയുടെ രൂപം ഞാൻ ശിവകാമിയിൽ കാണുന്നു. എനിക്ക് തന്നെ മറക്കാൻ കഴിയില്ല, കാരണം അത്രയ്ക്കിഷ്ടമാണ് നിന്നെ. എനിക്കും എബിയെ മറക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എബിയെ കണ്ടുമുട്ടിയതും എബിയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതും. ആഹാ, ഇന്ന് മീനാക്ഷി എന്താ നേരത്തെ കുളി കഴിഞ്ഞോ? അതെ ചേച്ചി, എനിക്ക് ഒരിടം വരെ പോണം. ആ ചേച്ചി, നല്ല വിശേഷങ്ങളാണല്ലോ കേൾക്കുന്നത്. എന്തായാലും സീതമ്മ ചേച്ചി രക്ഷപ്പെട്ടു. എന്ത് രക്ഷപ്പെട്ടു എന്നാ മീനാക്ഷി നീ പറയുന്നേ? ഇത് നല്ല കാര്യം. മോള് ഡോക്ടറായ അമ്മ പിന്നെ ആരാ? മോളെ ബഹുമാനിക്കുന്ന പോലെ ഡോക്ടറുടെ അമ്മ എല്ലാരും ബഹുമാനിക്കത്തില്ലേ? ഓ അതാണോ നീ പറയുന്നേ? ശരിയാ. പക്ഷേ എന്തു പറ്റി? നിനക്കറിയില്ലേ മീനാക്ഷി, മെഡിസിന് പഠിക്കാന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ കാലത്ത് എന്താ ചെലവ്? രൂപ 1-2 പോരല്ലോ, ലക്ഷങ്ങൾ തന്നെ വേണം. ഞങ്ങളെ കൊണ്ട് അത് വല്ലതും നടക്കുവോ? ഒക്കെ നടക്കും. സീതമ്മ ചേച്ചി നോക്കിക്കോ, ഇപ്പൊ ബാങ്കിൽ നിന്ന് ആവശ്യാനുസരണം വായ്പ വരെ കിട്ടുന്നുണ്ട് പഠന ചെലവിന്. അതൊന്നും ഞങ്ങൾക്ക് കിട്ടില്ലെന്നേ. പുരയിടത്തിന്റെ ആധാരം ബാങ്കുകാർ ചോദിക്കും. ഞങ്ങളുടെ ആധാരം ഭദ്രമുതലാളിയുടെ കയ്യിലാണ്. ആവശ്യമില്ലെന്നേ. ഭദ്രമുതലാളി വിചാരിച്ച എളുപ്പത്തിൽ കാര്യം നടക്കും. ബാങ്ക് മാനേജറും മുതലാളിയും തമ്മിൽ വളരെ അടുപ്പത്തിലല്ലേ. പിന്നെ പിള്ളച്ചേട്ടൻ ഭദ്രമുതലാളിയുടെ കാര്യസ്ഥനുമല്ലേ. പിള്ളച്ചേട്ടന്റെ മകളുടെ കാര്യത്തില് മുതലാളി സഹായിക്കാതിരിക്കോ? എന്നാലും ഭദ്രമുതലാളിയോട് ചോദിക്കാന്നൊക്കെ വെച്ചാ ഒരെന്നാലും ഇല്ല. പിള്ളച്ചേട്ടനോട് ധൈര്യമായിട്ട് ചോദിക്കാൻ പറ. ഒരു ഭദ്രമുതലാളി വന്നിരിക്കുന്നു. ജനങ്ങളെ അറുത്തു കൊന്ന് പലിശ വാങ്ങി പണക്കാരനായവനല്ലേ ഈ ഭദ്രൻ. ഈ മൂർഖൻ പാമ്പിന്റെ നോവിച്ച് വിട്ടാലുള്ള സ്ഥിതി എന്താണെന്ന് അറിയാവല്ല. അതെപ്പോഴായിരുന്നാലും തിരിഞ്ഞു കൊത്തും. നിന്റെ കാര്യം ഇതാണെങ്കിൽ പിന്നെ മറ്റുള്ളവന്റെ കാര്യം പറയണം. അതുകൊണ്ട് നിങ്ങൾ സൗമ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കണം. എന്തായാലും നീ അവന്റെ കാശ് വാങ്ങിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത എനക്കുണ്ട്. ശരിയാണ്, ബാധ്യതകൾ ഒരുപാടുണ്ട്. സാമ്പത്തിക ബാധ്യത, കുടുംബ ബാധ്യത. അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു കടമെടുത്തത്. പക്ഷേ കടം ബാധ്യതയല്ലാതെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്കായില്ല.
അനന്തൻ അറിയാമോ? മീനാക്ഷിയുടെ ഭർത്താവ് മുരുകനെ അറിയാം. അയാള് എങ്ങനെയാണ് മരിച്ചതെന്നറിയാവോ? മദ്യപിച്ച് ലക്കിട്ട് കായലിൽ വീണതല്ലേ? ഈ നാട്ടുകാർക്ക് അങ്ങനെയേ അറിയൂ. അവരങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. എന്നാ സത്യം അതല്ല. ഈ മുരുകനും ഭദ്രനും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഈ മുരുകന്റെ വീട്ടിൽ എപ്പോഴും ഭദ്രന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മദ്യപാനവും ചീട്ടുകളിയും ഒക്കെ അവിടെ ആയിരുന്നു. പക്ഷേങ്കിൽ ഈ ഭദ്രൻ മീനാക്ഷിയെ കണ്ണുവെക്കാൻ തുടങ്ങിയപ്പോൾ മുരുകൻ എതിർത്ത്. തൻ്റെ ആഗ്രഹം സാധിക്കാൻ മുരുകനില്ലാതെ അതിന് ഓം കണ്ടെത്തിയ വഴി മദ്യപിച്ച അവശനായ മുരുകനെ പുറത്തേക്ക് കൊണ്ടുപോയി കായലിൽ മുക്കിക്കൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. സത്യം പുറത്തു പറഞ്ഞാൽ എനിക്കും ഈ അവസ്ഥയാകുമെന്ന് ഭദ്രനെ എൻ്റെ കഴുത്തിന് പിടിച്ചാണ് പറഞ്ഞത്. എൻ്റെ കുടുംബം അനാഥമാകാതിരിക്കാൻ എനിക്കെല്ലാം രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു. പാവം മീനാക്ഷി ഈ സത്യമൊന്നും അറിയാതെ സ്വന്തം ഭർത്താവിനെ കൊന്നവൻ്റെ കൂടെയാണ് അന്തി ഉറങ്ങുന്നത്. പിന്നെ ഭദ്രനൊരു നല്ല കാര്യം ചെയ്തതെന്താണെന്ന് വെച്ചാൽ അവളുടെ പേരിലൊരു പുരയിടവും വീടും പതിച്ചു കൊടുത്തു. പടച്ചോനെ വിചാരിച്ച് അനന്തൻ ഇതൊന്നും പുറത്ത് പറയാൻ നിൽക്കണ്ട. ഇതാ നല്ല നാടൻ സാധനം. കരിക്കും വെള്ളം ചേർത്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം മറ്റൊരു ഫോറിൻ ബ്രാൻഡിനും കിട്ടില്ലടോ ചാർലി. ദേഹമായി ഒരു കോരിത്തരിക്കും. എൻ്റെ മുത്തച്ഛൻ ഇതൊരു ഔഷധമാക്കി ഉപയോഗിച്ചിരുന്നു. മുതലാളിയും മുത്തച്ഛന്റെ പാത പിന്തുടരുകയാണോ? പിന്തുടർന്നാലും കുഴപ്പമൊന്നുമില്ലടോ. അയാൾ സുഖിക്കാൻ വേണ്ടി പിറന്നവനായിരുന്നു. മുതലാളിക്ക് സുഖത്തിന് ഒരു കുറവുമില്ലല്ലോ. പണത്തിന് പണം, പെണ്ണിന് പെണ്ണ്. മുതലാളി ഞാൻ വരുന്ന ആരാണ് നോക്കിയേ? ആനന്ദന്റെ പെങ്ങളാ. ഇവളാളൊരു പീസാണല്ലോ. നീ ഇതൊന്ന് പിടിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ. മുതലാളി കുഴപ്പമൊന്നും കാണിക്കരുത്. താൻ വാ അടക്കടോ. നിക്ക്. എന്താടി? എന്തു പറ്റി? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ നീ എന്തിനാ കിതക്കുന്നേ? ഓടിയോ? ഓടി. അമ്മേ, ഞാൻ വിളമ്പിത്തരാം. ഞാൻ പിന്നീടേ കഴിക്കുന്നുള്ളൂ. നീ ഇരിക്കണമെങ്കിൽ ഇരിക്കെ. വേണ്ട, എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പിന്നെ കഴിക്കാം. നീ ആ അച്ചാർ ഇങ്ങെടുത്തോണ്ടെന്നേ. നീ അറിഞ്ഞില്ലല്ലോ, ഹരിയുടെ അച്ഛനമ്മയും കൂടി ഇവിടെ വന്നിരുന്നു. ഊണൊക്കെ കഴിച്ചിട്ടാ മടങ്ങിയത്. എന്താ വിശേഷം? പെങ്ങളുടെ വീട്ടിൽ വരുന്നതിന് ആങ്ങളയ്ക്ക് എന്തെങ്കിലും വിശേഷം വേണോ? പിന്നെ അമ്മയുടെ മൂത്ത ആങ്ങളയാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ മൂപ്പരെന്തെങ്കിലും കാര്യസാധ്യത്തിനല്ലാതെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എപ്പോഴും അങ്ങനെ തന്നെയാ. ആരെയും നിനക്ക് വിശ്വാസമില്ല. നിന്റെ അച്ഛന്റെ പ്രകൃതം തന്നെയാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. അവർക്കാണെങ്കിൽ ഹരിയെ കൊണ്ട് ഇവളെ കെട്ടിച്ച കൊള്ളാന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം പറയാനൊന്നും പോയില്ല. നീ വന്നിട്ട് ആലോചിച്ച് തീരുമാനിക്കാന്ന് വിചാരിച്ചു. അമ്മയുടെ അഭിപ്രായം എന്താ? എന്തുകൊണ്ടും ഭാമിക്ക് യോജിച്ച ആളാ ഹരി. അതുകൊണ്ട് ഇത് നടത്താന്ന എന്റെ ഈ അഭിപ്രായം. അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാം. അതല്ലേ നല്ലത്? എന്താ ആലോചിക്കുന്നത്? എനിക്കെന്തോ പേടി തോന്നുക. മനസ്സ് കൈവിട്ടു പോകുന്ന പോലെ. എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ. അമ്മയ്ക്കെന്തോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവർക്കിഷ്ടമില്ലാത്തൊരു വിവാഹമായിരുന്നു ചേച്ചി തിരഞ്ഞെടുത്തത്. പക്ഷേ ചേച്ചിയെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി അവർ അതിനെ അനുകൂലിക്കുകയായിരുന്നു. അന്നേ അവർ പറയുമായിരുന്നു, എന്റെ വിവാഹം അവർ നിശ്ചയിക്കുന്ന ഒരാളുമായിട്ട് മാത്രമായിരിക്കുമെന്ന്. എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാ എന്റെ അച്ഛനും അമ്മയും. ഞാൻ കൂടി അവരുടെ കൈവിട്ടു പോവുകയെന്നറിഞ്ഞ ഒരിക്കലും അവരെ വേദനിപ്പിച്ചിട്ട് അവരിൽ നിന്ന് എനിക്ക് മാത്രമായി നിന്നെ ഞാൻ പറിച്ചെടുക്കില്ല. ബന്ധനത്തിന്റെ വേദന ഇപ്പോൾ
എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ചേച്ചിയെ ഇച്ചാനെയും കൂട്ടി നിന്റെ വീട്ടിൽ വന്ന് അന്തസ്സായിട്ട് ഞാൻ പെണ്ണി ചോദിക്കും. ശിവകാമിയെ എനിക്ക് കെട്ടിച്ചു തരുമോന്ന്. സത്യാണേ കേക്കണേ? നടക്കാൻ പോകുന്ന സത്യം. ശിവകാമി, സത്യത്തിൽ ഉത്സാഹത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നതേ ഇപ്പോഴാ. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പ്രസവിച്ച മണിക്കൂറുകൾക്കകം ആ പ്രാണൻ എന്നെ ഏൽപ്പിച്ച് ഈ ലോകത്തുനിന്ന് തന്നെ പോയി. എബി, നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കരുത്. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും തരില്ലേ ഈശ്വരൻ? ആര് പറഞ്ഞു? ഈശ്വരൻ എനിക്ക് തന്ന സൗഭാഗ്യമല്ലേ താൻ? താൻ കൂടെയുള്ളപ്പോൾ മറ്റെല്ലാം മറക്കുകയാണ് ഞാൻ. എബി പൊയ്ക്കോ. നാളെ വൈകുന്നേരം നമുക്ക് കാവൽ വെച്ച് കാണാം. നീ എങ്ങോട്ടാ? വീട്ടിലേക്ക്. പിള്ളച്ചേട്ടനെ ഞാനൊന്ന് തിരക്കിയെന്ന് പറയണം. എവിടെ വിളഞ്ഞങ്ങ് പാകമായി. ആ പരമശരമാവോ? ആ ആരാ? അമ്മാവൻ എന്നെ മനസ്സിലായില്ലേ? ഒന്ന് ഓർത്ത് നോക്കി. ആഹാ, എടി കുറുമ്പി, നീ അങ്ങ് വലുതായിപ്പോയല്ലോ. നീ ഇപ്പോൾ കോളേജിലൊന്നും പോകുന്നില്ലേ? ആ, എന്താ രണ്ടുപേരും എന്നെ സൂക്ഷിച്ച് നോക്കുന്നേ? ആർക്കും എന്നെ മനസ്സിലായില്ല? അല്ല, അമ്മായി എവിടെ? ശിവകാമി, നിനക്കും എന്നെ മനസ്സിലായില്ല? ശരി, എങ്കിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. അമ്മാവൻ്റെ പെങ്ങൾ ശാരദയുടെ ഒരേ ഒരു മകൻ വിഷ്ണു ആണേ. എടാ, നീ ആളാകെ മാറിപ്പോയല്ലോ. എനിക്കിതിനെ മനസ്സിലായില്ല. മോനെ, നീ ഇത്ര നാളും എവിടെയായിരുന്നു? ഞാൻ ബോംബെയിലായിരുന്നു അമ്മാവ. ഇന്നലെ വീട്ടിലെത്തി. കുട്ടിക്കാലത്ത് നീ കാണിച്ച കുസൃതിത്തരത്തിന് നിന്റെ അച്ഛൻ 2 അടി തന്നൊന്നും പറഞ്ഞാ നീ നാട് വിട്ടത്. നിന്നെക്കുറിച്ച് പിന്നെ ഒരു അറിവുമില്ലായിരുന്നു. ഞങ്ങൾ എവിടെയെല്ലാം തിരക്കിന്നറിയോ? നീ പോയതിനു ശേഷം നിന്റെ അച്ഛൻ ആകെ തളർന്നുപോയി. അദ്ദേഹം മരിക്കുന്ന സമയത്ത് നിന്നെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ശരിയാണ്, ഞാനെല്ലാം മനസ്സിലാക്കുന്നു. കുട്ടിക്കാലത്ത് അറിവില്ലാതെ ഞാൻ എന്തൊക്കെയോ ചെയ്തെന്ന് ഓർക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആരുമില്ല. ഇനിയുള്ള ജീവിതം എൻ്റെ അമ്മയോടൊത്ത്. അച്ഛൻ്റെ മരണശേഷം അമ്മാവൻ്റെ സഹായം ഉള്ളതുകൊണ്ടാണ് എനിക്കെൻ്റെ അമ്മയെ ജീവനോടെ കാണാൻ പറ്റിയത്. നന്ദിയുണ്ട്. പെങ്ങളുടെ ആശ്രയം നഷ്ടപ്പെടുമ്പോൾ സംരക്ഷണം കൊടുക്കേണ്ടത് ആങ്ങളുടെ കടമയാണ്. ഞാൻ അത്രേ ചെയ്തുള്ളൂ. മയങ്ങി മറந்த സുഗന്ധമായി മാറൂ.
അഴകിന്റെ ഇന്ദു പുഷ്പമായി വിടരും ഹൃദയ തരള കലികേ ഇനി എന്റെ സ്വപ്നശയ്യ തോറുമണയും പ്രണയ മധുര മഴയാ നീ എൻ കരളിതളിൽ പുളകം പെയ്തു വരൂ മായാ മുരളികയിൽ മധുരം പാടി വരൂ ഒരു സ്വർണ്ണ വീണ അണിയുന്ന രാഗം മനസ്സിൽ നീ തരൂ മദനപ്പൂ തരൂ മഞ്ഞിൻ ഈറൻ തൂവൽ മേൽ മൂടും മനസ്സിൻ മിഴിയിൽ പ്രണയോന്മാദം മലരായി വിടരുമ്പോ കുളിരിന്റെ ചന്ദ്രശില്പമായി വിടരും കനകലസിത കവിതേ ഇതളിട്ടൊരെന്റെ സ്വർഗവാതിൽ നടയിൽ ചിറകു വിടത്തിയണയോ മായാ ഹരിണികയായി ഇഴകൾ നെയ്തു തരൂ താരിൻ ചുടികളിലെ ചിരിയും തൂക്കി വരൂ മണിമാറിലെന്നു മണിയുന്ന മേനി പകരം നീ തരൂ പവിഴം പോൽ വരൂ മഞ്ഞിൻ നീറൻ തൂവൽ മേൽ മൂടും പൂമൈനേ മനസ്സിൻ മിഴിയിൽ പ്രണയോന്മാദം മലരായി വിടരുമ്പോൾ മതിമുഖി നീ മദഭരലാസ്യത്തിൽ മയങ്ങി മറந்த സുഗന്ധമായി മാറൂ മഞ്ഞിൻ നീറൻ തൂവൽ മേൽ മൂടും പൂമൈനേ മനസ്സിൻ മിഴിയിൽ പ്രണയോന്മാദം മലരായി വിടരുമ്പോൾ വിഷ്ണുട്ടൻ ഈ ലോകത്തൊന്നും അല്ലല്ലോ. മനോരഞ്ജൻ കാണുകയാണോ? ആരാ കക്ഷി? ബോംബെയിലെ ഏതെങ്കിലും മോഡൽസാ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ പിന്നെന്താ എത്ര ആലോചിക്കാൻ? ശിവകാമിക്ക് അറിയാമോ ഈ സ്ഥലം? പണ്ട് നമ്മൾ കുന്നിക്കുരു പെറുക്കാൻ ഇവിടെ വരുമായിരുന്നു. എൻ്റെ കയ്യും പിടിച്ചു വരുന്ന ശിവകാമിയെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അന്ന് നീ ഭയങ്കര കുറുമ്പിയായിരുന്നു. ഇതൊക്കെ നീ ഓർക്കുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ. അല്ല, ഇതൊക്കെ ഇപ്പൊ പറയാൻ കാരണം എന്താ? ശിവകാമിക്ക് അറിയാമോ, ഒരു ദിവസം നമ്മൾ രണ്ടുപേരും പറഞ്ഞു തെറ്റി. കുന്നിക്കുരു മുഴുവൻ എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയ നിന്നെ ഞാൻ തല്ലി. കരഞ്ഞു വിളിച്ച് നീ ചെന്ന് കയറിയത് എൻ്റെ അച്ഛൻ്റെ മുമ്പിലാണ്. എന്നെക്കാളും വാത്സല്യം അച്ഛന് നിന്നോടായിരുന്നല്ലോ. വടികൊണ്ട് അച്ഛൻ എന്നോട് ദേഷ്യം തീർക്കുമ്പോൾ നീ ചിരിക്കുകയായിരുന്നു. അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു കടങ്കഥ പോലെ തോന്നുക. പക്ഷേ അന്നും ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നൊരു പ്രതിമുഖമുണ്ട്. അത് ശിവകാമിയുടേതാ. അതെ ശിവകാമി, ഞാനിവിടെ തിരിച്ചു വന്നതിന് മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. എൻ്റെ ശിവകാമി സ്വന്തമാക്കുക, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കുക. എന്താ ശിവകാമിയുടെ മുഖത്തൊരു മാറ്റം? അത് വിഷ്ണുവേട്ടൻ വിചാരിക്കുന്ന പോലെ ഞാനിതെല്ലാം അമ്മാവനോട് സംസാരിക്കാനിരിക്കുക. ഇതറിയുമ്പോൾ എൻ്റെ അമ്മയ്ക്കും വലിയ സന്തോഷമായിരിക്കും. വിഷ്ണുവേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും വിഷ്ണുവേട്ടനെ മറ്റൊരു രീതി കണ്ടിട്ടില്ല. എനിക്ക് ഏട്ടന്മാരില്ല. ആ കുറവ് നികത്തേണ്ടത് വിഷ്ണുവേട്ടന്. എന്നെ ഒരു പെങ്ങളായിട്ട് കാണണം. ചെട്ടിയാരെന്തിയടാ? അവിടെ ഉണ്ട്. ബിസിനസ് ഒക്കെ നഷ്ടത്തിലാണ്.
ചെക്ക് പോസ്റ്റിലെ കടമ്പകളൊക്കെ കടന്ന് ലോഡ് വിടെത്തുമ്പോൾ മിച്ചം പിടിക്കാനൊന്നും കാണത്തില്ല. പിന്നെ അച്ഛനപ്പന്മാരായിട്ടുണ്ടാക്കിയ ബിസിനസ് നിർത്തണ്ടെന്ന് വിചാരിക്കാം. ഏതായാലും വളരെ ദൂരെ നിന്ന് നമ്മളടുത്ത് ചരക്കെടുക്കാമെന്ന് നിങ്ങളെ വെറുങ്കയുടെ അയക്കുന്നില്ല. ഏതായാലും പറഞ്ഞ തുക ക്യാഷ്യർ ഏൽപ്പിച്ച് ഉരുപ്പടി കൊണ്ടുപോകും. കിട്ടിയാറേ ഭദ്രനോ? അതെ, കണ്ടിട്ട് ദിവസങ്ങളായല്ലോ. ബ്ലേഡ് പരിപാടിയൊക്കെ എങ്ങനെ പോന്നു? മൂർച്ച കൂടുന്നുണ്ടോ? ചെട്ടിയാർ കളിയാക്കൊന്നും വേണ്ട. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചെട്ടിയാർ ചെയ്യുന്ന ബ്ലേഡ് പരിപാടി തന്നെയാ. വനപാലകരുടെ അറിവോടെ ചെട്ടിയാരുടെ ആളുകൾ നടത്തുന്ന വനവേട്ട വന്നടിയുന്നത് മുഴുവൻ ഈ സാമ്രാജ്യത്തിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ അല്ലടോ, ഫോറസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ശമ്പളം കൊടുക്കുന്ന കാക്കിധാരികൾ കൃത്യമായിട്ട് ഇവിടെ വന്ന് തുക വാങ്ങി പോവാറുണ്ട്. ഞാൻ വന്ന കാര്യം പറയാം. കാര്യം അല്പ പെശക. കൈനീട്ടി കാശ് വാങ്ങിയിട്ട് ആ മനുഷ്യനെ ചതിച്ചെന്നോ? ചതിച്ചു കിട്ടിയാരെ. പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയപ്പോൾ ഒരു പോലീസുകാരൻ എന്നെ വിളിച്ച് പറഞ്ഞതാ. അവളെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചു തരാമെന്ന് എനിക്കറിയാം. ഏതായാലും നമുക്കൊന്ന് അന്വേഷിക്കാം. താനെൻ്റെ കൂടെ വാ. ധൈര്യമായിട്ടിരിക്കേ, ഞാനില്ലേ തൻ്റെ കൂടെ. വാ. എന്താ മനസ്സിലായില്ല? ഞാൻ പുതിയതായി ചാർജ് എടുത്ത സർക്കിളാ. പേര് ജോൺ സാമുവൽ എന്ന് പറയും. നമസ്കാരം. പുതിയ CA ആണെന്നറിയാം. നേരിൽ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കിപ്പോൾ ഒരു അല്പം ധൃതിയുണ്ട്. വേറെ ദിവസം വളരെ വിശദമായി പരിചയപ്പെടാം. വായട്ടിയാറെ. അങ്ങനെ അങ്ങ് പോയാലോ ഭദ്ര? പോലീസുകാരെ വിട്ട് വിളിപ്പിച്ചാൽ സ്റ്റേഷനിലേക്ക് വരില്ലാന്നറിഞ്ഞു. അതുകൊണ്ടാ ഞാനും സാറും കൂടി നേരിട്ട് വരാമെന്ന് വെച്ചത്. അന്വേഷിച്ചപ്പോ താൻ ഇവിടെ തന്നെ കാണുമെന്നും തനിക്കും ഈ ചെട്ടിയാർക്കും കൂടി എന്തോ കൂട്ടുകൃഷി ബിസിനസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നേരാണോ ചെട്ടിയാറെ? ഭദ്രൻ ഒരു വത്സലെ അറിയോ? അവരൊരു പരാതി തന്നിരുന്നു. അവരുടെ പ്രായപൂർത്തിയാവാത്ത മകളെ ജോലി വാഗ്ദാനം ചെയ്ത് മുംബൈയിലേതോ വേശ്യാലയത്തിൽ കൊണ്ടുപോയി വിറ്റെന്ന്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഭദ്ര? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ അത്രയ്ക്ക് തരം താഴ്ന്നവനൊന്നുമല്ല. തലയ്ക്ക് സുഖമില്ലാത്ത സ്ത്രീയായിരുന്നു അവര്. 6 മാസം വരെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സുഖമില്ലാത്ത സ്ത്രീയുടെ പരാതിയും കേട്ട് ഇങ്ങനെ ചാടിപ്പുറപ്പെടുന്ന നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാരോട് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. മോനെ ഭദ്ര, നീ ഈ നാട്ടിൽ കിടന്ന് തായമ്പ് കളിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് എന്നോട് വേണ്ട. പിന്നെ വത്സലയ്ക്ക് മാനസിക രോഗമുണ്ടോ അതോ മാനസിക രോഗിയാക്കിയതാണോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. വത്സലയുടെ മകൾ കാർത്തിക മുംബൈയിലെ വേശ്യാലയത്തിൽ ഉണ്ടെങ്കിൽ അത് താൻ കാരണമാണെന്ന് തെളിഞ്ഞാൽ ഭദ്ര, നീ കുറിച്ചിട്ടോ നിന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന്. ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് പിന്നെ നീ ഒരിക്കലും പുറത്തു വരില്ല. അതിനുള്ള എല്ലാ വകുപ്പും ചേർത്ത് നിന്റെ ചാർജ് ഷീറ്റ് ഞാൻ തയ്യാറാക്കും. സൂക്ഷിച്ചു. എന്റെ ദൈവമേ. ഭദ്രമോലാളിയോ വരൂ. ഇവിടെ ഇരിക്കാം. സീതമ്മ, നീ പോയി ചായ എടുക്ക. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏയ്, ഒന്നും വേണ്ട. ഞാൻ വന്നത് ശിവകാമിയെ അഭിനന്ദിക്കാനാണ്. നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടിക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടുക എന്നുള്ളത് മഹാഭാഗ്യമായൊരു കാര്യമല്ലേ? അല്ലേ? പിന്നെ ഭഗവതിയുടെ അനുഗ്രഹമുള്ളവർക്കേ അത് സാധിക്കൂ. ശിവകാമിക്ക് അത് ഉണ്ട് താനും. നമുക്ക് അവളെ പഠിപ്പിച്ച് വലിയൊരു ഡോക്ടറാക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഇനി ലോൺ എടുക്കാനൊന്നും പോകണ്ട. ശിവകാമിയുടെ പഠിത്തത്തിനുള്ള മുഴുവൻ തുകയും ഞാൻ തരും. അല്ലേടാ ചാർലി? സത്യം മോലാളി, ഞങ്ങൾക്ക് വിശ്വസിക്കാവോ? പിള്ളച്ചേട്ടൻ എന്താ എന്നെ വിശ്വാസമില്ലേ? ഇതാണ്. അതല്ല പിള്ളച്ചേട്ടാ, നമ്മൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. ഞാനത് അപ്പോഴേ മറന്നില്ലേ. അല്ല, എവിടെ ശിവകാമി?
അവൾ അകത്തുണ്ട്. മോളെ മോളെ ശിവകാമി. അല്ല, വിളിക്കണമെന്നില്ല. ഞാൻ വന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. എനിക്ക് ശിവകാമി ഇഷ്ടമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. മുതലാളി. അതെ പിള്ളച്ചേട്ടാ, നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. നിങ്ങൾക്ക് എതിർപ്പുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അടുത്ത മാസം തന്നെ വിവാഹം നടത്താം. അല്ല, നല്ല കാര്യങ്ങളൊന്നും വച്ച് താമസിപ്പിക്കാൻ പാടില്ലല്ലോ. മുതലാളി കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ കൈയോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. ചേച്ചിയുടെ കൊച്ചിന് ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാനും കരുതി. അല്ല, എന്താ നിങ്ങളാരും ഒന്നും മിണ്ടാത്തേ? അവളോട് ചോദിച്ചിട്ട്. പിന്നെ കല്യാണ ചെലവിനും ആഭരണത്തിനുമുള്ള പണം ചാർലി ഇവിടെ കൊണ്ടുവരും. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. വരട്ടെ. ഓ, ഇപ്പൊ മനസ്സിലായല്ലോ ഈ ചാർലി വിചാരിച്ച എന്തെങ്കിലും നടക്കുമെന്ന്. നിങ്ങൾക്ക് വന്നേക്കണത് മഹാഭാഗ്യമാണ്. 2 കൈ നീട്ടി ഇങ്ങനെ സ്വീകരിക്കുക. പിന്നെ സംഗതിയൊക്കെ നടന്നു കഴിയുമ്പോ ചാർലിയുടെ കാര്യം പറഞ്ഞേക്കരുത്. ചാർലി എന്തോ എന്നെ രക്ഷിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് എന്ത് നടത്തിത്തരുന്ന കാവിലമ്മേ, എന്നെ കൈവിടരുത്. അല്ല, ഒന്ന് നിന്നേ. നന്നായിട്ട് പ്രാർത്ഥിച്ചോ? അല്ല, ഈ സമയത്തൊരു പ്രാർത്ഥന ആവശ്യമാ. ശിവകാമി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും. എന്നാലും നേരിട്ട് പറയുന്നത് ഈ ഭദ്രന് ഇഷ്ടം. അല്ല, അതാണല്ലോ അതിൻ്റെ ഒരു ശരി. ഒരു കാമുക വേഷം കെട്ടാനൊന്നും ഭദ്രന് കഴിയില്ല. അല്ല, അതിനൊട്ട് താല്പര്യവും ഇല്ല. പക്ഷേ ശിവകാമിയോട് എനിക്ക് സ്നേഹമുണ്ട്. അത് തുറന്നു കാട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. ചുരുക്കി പറഞ്ഞാൽ നിനക്കെന്റെ ബംഗ്ലാവിൽ റാണിയായിട്ട് കഴിയാം. നേരം വൈകി, എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? അല്ല, എന്താ അത്ര ധൃതി? എടി, എന്താ നീ പറഞ്ഞത്? എന്താ നീ പറഞ്ഞെന്ന്? സീതമ്മേ, സീതമ്മേ, ഞാൻ ചോദിക്കാം അവളോട്. പറ മോളെ. അതെ അച്ഛാ, ഞാൻ പറഞ്ഞതെല്ലാം സത്യ. സർക്കിൾ ഇൻസ്പെക്ടർ ജോൺ സാമുവലിന്റെ ഭാര്യയുടെ സഹോദരൻ എബി. അയാൾക്കും എന്നെ ഇഷ്ടാ. വെറുതെ ഇരിക്കുന്നു. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വേണ്ട, അമ്മ വിട്ടേക്ക്. എന്നെ അടിച്ചു കൊന്നോട്ടെ. എങ്കിലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? മോളെ, അച്ഛൻ പറയുന്നത് എൻ്റെ മോള് കേൾക്കണം. അവരൊക്കെ പട്ടണത്തിൽ ജീവിച്ച ആൾക്കാരാ. നമ്മളെപ്പോലെ പാവങ്ങളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ശരിയാകില്ല. എബി എനിക്ക് നന്നായിട്ട് അറിയാം. ഉടനെ കല്യാണം നടത്താന്ന് എബി എനിക്ക് വാക്ക് തന്നിരിക്കുക. എബി അല്ലാതെ മറ്റൊരാളെ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഇതാ ഗുളി കഴിക്കണം. വെള്ളം. മോലാളി ഇരിക്കും. അങ്ങോട്ടിരിക്കണം.
രാവിലെ എണീറ്റപ്പോൾ നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ട് വരാതിരുന്നത്. അത് സാരമില്ല, ഹോസ്പിറ്റലെങ്ങാനും പോണോ? എന്നാ നമുക്ക് പോവാം. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതങ്ങ് മാറിക്കോളൂ. പിള്ളച്ചേട്ടാ, കല്യാണ തീയതി ഉടനെ കുറിക്കണം. ഇനി നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല. അല്ല, എനിക്ക് അനുവാദം ചോദിക്കാൻ ആരുമില്ലെന്ന് പിള്ളച്ചേട്ടൻ അറിയാലോ. പിള്ളച്ചേട്ടൻ തന്നെയാണ് എൻ്റെയും കാരണവർ സ്ഥാനത്ത്. അല്ല, ഇനി ചേട്ടാന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, അമ്മാവനല്ലേ. ഇതാ, അത്യാവശ്യത്തിന് ഇതിരിക്കട്ടെ. എന്താ എന്താ എന്താന്ന് വെച്ചാൽ തുറന്നു പറയൂ. അത് പിന്നെ അമ്മാവൻ എന്ത് വേണമെങ്കിലും എന്നോട് പറയാം, ആജ്ഞാപിക്കാം. ഈ ഭദ്രൻ അത് ചെയ്തിരിക്കും. അത് പിന്നെ ശിവകാമിക്ക് ഇപ്പൊ കല്യാണം വേണ്ടെന്നാ പറയുന്നേ. അതെന്താ അങ്ങനെ? ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവരുടെ മനസ്സിൽ എന്തെങ്കിലും കാണും. മനസ്സിലായില്ല മുതലാളി. ദയവ് ചെയ്ത് കൂടുതലൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. ഓ, അത് ശരി. അപ്പൊ എല്ലാരും കൂടെ ഒത്തുചേർന്നുകൊണ്ട് എന്നെ മണ്ട കളിപ്പിക്കണല്ലേ? നന്ദി വേണോടോ, നന്ദി. താൻ എന്റെ കീഴിൽ ജോലി ചെയ്ത് എന്റെ ഔദാര്യത്തിൽ ജീവിക്കുന്നവനാ. തനിക്ക് ഈ ഭദ്രനെ അറിയാലോ, ഇടഞ്ഞ വെറും മോശ. തന്റെ വീടിന്റെയും പറമ്പിന്റെയും ആധാരം എന്റെ കയ്യില. 3 എണ്ണത്തിനെ ഇറക്കി വിട്ട് വീട് പൂട്ടി താക്കോല് ഞാൻ തിരികെ വാങ്ങിക്കും. മുതലാളി, ഞങ്ങളെ വഴിയാധാരമാക്കരുത്. ഞങ്ങൾക്ക് തലചായ്ക്കാൻ മറ്റൊരിടമില്ല. അതറിയാലോ. എന്നാ തന്റെ പുന്നാര മോളോട് പറഞ്ഞേക്ക്, മനസ്സിൽ വേറെ വല്ല മോഹം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ഭദ്രന്റെ മുമ്പിൽ തലകുനിച്ചു തരാൻ. അതായിരിക്കും അവൾക്ക് നല്ലത്. ഭദ്രനൊന്ന് മനസ്സിൽ തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഭദ്രമോലാളി പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇപ്പൊ അയാളുടെ ഔദാര്യത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. എപ്പോ വേണമെങ്കിലും നമ്മളെ അയാൾക്ക് ഇവിടെ നിന്ന് ഇറക്കി വിടാം. പ്രായം തികഞ്ഞൊരു പെണ്ണിനെ കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും? ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല. എന്തായാലും വരുന്നത് വരട്ടെ, അനുഭവിക്കുക തന്നെ. എടി, നിനക്ക് തൃപ്തിയായല്ലോ. ഇത്രയും കാലം നമുക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാ നീ ഒരുത്തി കാരണം മറ്റുള്ളവരുടെ ആട്ടും തുപ്പും ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. വേണ്ട, അവളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടാ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അവളുടെ ഒരു മുടിഞ്ഞ പ്രേമം. എടി, ഇന്ന് അവസാനിപ്പിച്ചോണ എല്ലാം. നീ ആരെ കെട്ടണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. വല്ലയിടത്തുനിന്നും വന്നവന്മാരെ കാണാൻ വേണ്ടി ഇവിടുന്ന് അങ്ങനെ പുറത്തു പോയാ നിന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട അസത്തെ. മോളെ, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലാതെ നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടല്ല അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിനക്ക് ചിന്തിക്കാനുള്ള പ്രായവും ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനിക്കും. എബി എന്ന പേര് CA ജോൺ സാമുവലിന് അളിയനവൻ. അവനവൻ്റെ കൂട്ടുകാർ ഇവിടെ വന്നിട്ട് 5-6 ദിവസമായി. മുതലാളി ഒന്ന് പറഞ്ഞാൽ മതി. എന്തിനും തയ്യാറായി നമ്മുടെ ആൾക്കാരുണ്ട്. കയ്യോ കാലോ വെട്ടണമെങ്കിൽ അങ്ങനെ, അതല്ല തീർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വേണ്ട, അവനെ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കാം. അതാ ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞു മതി. അങ്ങനെ പറഞ്ഞു കൊടുക്കും മുതലാളി. ഇവനെ പോലെയുള്ള ഞാഞ്ഞുകളായി പാവ മുതലാളി നശിപ്പിക്കുന്നേ. എടി, നിന്നെ ഞാൻ നിർത്തടാ. നീ ആരോട് എടീന്ന് പറയുന്നേ? അതിന് അവകാശപ്പെട്ട ഒരാളേ ഉള്ളൂ, ഈ ഇരിക്കുന്ന ഭദ്രൻ മുതലാളി. നിന്നോടും കൂടെ പറഞ്ഞത്. നമ്മള് സർക്കസ് ഒന്നും പഠിച്ചിട്ടില്ലേ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് കൊള്ളാം. എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? 5-6 ദിവസം കൊണ്ട് ആളെ അങ്ങോട്ട് കാണാനില്ല. എന്നെ മടുത്തു തുടങ്ങിയോ? എനിക്കിത്തിരി ജോലിയുടെ തിരക്കുണ്ടായിരുന്നു. എനിക്കറിയാം എന്തെത്ര ജോലി തിരക്കുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നേ? സീതമ്മ ചേച്ചി എന്നോട് എല്ലാം പറഞ്ഞു. ചേച്ചിയുടെ മോള് ശിവകാമിയെ മുതലാളി കല്യാണം കഴിക്കാൻ പോണെന്നറിഞ്ഞു. എന്നാ അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമൊന്നുമില്ല. നഗരത്തിൽ നിന്ന് വന്നൊരു ചെറുക്കനുമായി അവൾ ഇഷ്ടത്തിലാ. മുതലാളി എന്തോന്നും മിണ്ടാത്തെ? ഞാൻ എന്താ മിണ്ടണ്ട്? അതോടെ പറഞ്ഞ. അയ്യോ, ദേഷ്യപ്പെടല്ലേ.
പെണ്ണിന്റെ സ്നേഹം പിടിച്ചു വാങ്ങാനുള്ളതല്ല, അത് സ്വയം അവളിൽ നിന്ന് നേടിയെടുക്കണം. അവള് പോണെങ്കി പോട്ടെ, മുതലാളിക്ക് ഞാനില്ലേ. നീയോ? ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, കൂടെ കിടന്നിട്ടുമുണ്ട്. അത് ഈ ഭദ്രനൊരു നേരം പോക്ക. അതിലൊന്നാ നീ. അതേടി, നീ എനിക്ക് വെറും കളിക്കോപ്പ. വെറുതെ ആവശ്യമില്ലാത്ത ആഗ്രഹം മനസ്സിൽ വെച്ച് പഠിപ്പിക്കണ്ട. പൊയ്ക്കോ. ഭദ്രൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആരുടെ ഔദാര്യം എനിക്ക് വേണ്ട. ശിവകാമിയെ കൊണ്ടുപോകാൻ ഒരു വരുത്തിനെ ഞാൻ അനുവദിക്കില്ല. അത് ഏത് പോലീസ് ഓഫീസറുടെ ബന്ധുവാണെങ്കിലും. ഇവിടെ ഞാൻ തന്നെ രാജാവ്. ആ തള്ളയോടും മോളോടും പോയി പറഞ്ഞേക്ക് ഒരു കല്യാണം നടത്താൻ ഒരുങ്ങിയിരിക്കാൻ. ഇല്ലടാ, നീ ഒരിക്കലും അവളെ വിവാഹം കഴിക്കില്ല. ഞാനതിന് സമ്മതിക്കില്ല. എന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടുള്ള നിന്റെ ഈ പടയോട്ടം ഞാൻ അവസാനിപ്പിക്കും. ഇനിയും ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത് മീനാക്ഷിയുടെ വാക്കാ. ചെട്ടിയാരെ, ആ നടുക്ക് നിൽക്കുന്നവരെ മനസ്സിലായോ? ഏതാ അവൻ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അവന് CI ജോൺ സാമുവിൻ്റെ അണിയനാ. നമുക്ക് അവനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ചെട്ടിയാര് വണ്ടി പുറകോട്ടെടുക്ക്. ഞാൻ ഭദ്രൻ. നാട്ടുകാരൊക്കെ ഭദ്രൻ മുതലാളി എന്ന് വിളിക്കും. ഞാനൊരു ബിസിനസ്സുകാരനാണ്. നേരായ മാർക്കറ്റിൽ ബിസിനസ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അയ്യോ, അതുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടാകാതെ സൂക്ഷിക്കണം. വേറെ തടികേടാക്കല്ലേ. ഒന്ന് പേടിപ്പിക്കാതെ പോയെന്റെ മാഷേ. ഞങ്ങൾ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് വരിക. ഇതുപോലെ കൊറോണത്തിനെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരണത്. മക്കളെ, നിങ്ങളെ അഭ്യാസമൊക്കെ ബാംഗ്ലൂർ, ഇവിടെ വേണ്ട. നീ ശിവകാമിയായിട്ട് ചുറ്റിക്കറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ശിവകാമി ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ കാണുമ്പോൾ നിങ്ങളെപ്പോലുള്ള മുതലാളിമാർക്ക് കല്യാണം കഴിച്ചാലോന്നൊക്കെ തോന്നും. അതൊക്കെ ക്വയറ്റ് കോമൺ അല്ലേ? സ്വാഭാവികമല്ല, യാഥാർത്ഥ്യം. ഇനി മേല നീ ശിവകാമിയെ കാണുക സംസാരിക്കുകയോ ചെയ്താ ബാംഗ്ലൂർക്ക് നീ ജീവനോടെ തിരിച്ചു പോവില്ല. എന്താ ഭദ്ര ഇത്? താൻ ഈ പിള്ളേരോടൊക്കെ സംസാരിച്ച തന്റെ പേര് ചീത്തയാവും. പാടും, നമുക്ക് പോവാം. വാന്നേ. ദേ, അവന്മാരെ കണ്ടോ? മറ്റവന്റെ കൂട്ടുകാരന്മാരാ. അവന്റെ അവളുടെയും പ്രേമത്തിന് ചുക്കാൻ പിടിക്കുന്ന ഇവന്മാരാ. വിഷ്ണു, നീ എൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നീ എന്തുദ്ദേശത്തിനാണോ ഇവിടെ വന്നത് അത് ഞാൻ നടത്തി തരും. എടാ, നിനക്ക് ഞാൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലായോ? ശിവകാമി ആ കോന്ത നബിയുടെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ കയ്യിൽ കൊണ്ടുതരും. ഇത് ഭദ്രനാ പറയുന്നത്. ഭദ്രേട്ടാ, ഇവന്മാരുടെ ഒന്ന് മുട്ടിയാലോ? അത് നിന്റെ ഇഷ്ടം. അളിയന്മാരെന്താ ഇവിടെ പരിപാടി? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ കൂടെയുള്ള മറ്റവനോട് പറഞ്ഞേക്ക് എൻ്റെ മുറപ്പുള്ള ശിവകാമിയായിട്ടുള്ള ബന്ധം നല്ലതിനല്ലെന്ന്. അവളെ എനിക്കുള്ളതാ. അവളുമായിട്ടുള്ള ചുറ്റുകളെയൊക്കെ മതിയാക്കി സ്ഥലം വിട്ടോളണം. അല്ലെങ്കിൽ ഈ വിഷ്ണു ആരാണെന്ന് നീയൊക്കെ അറിയും. ഇതേതാ പുതിയ അവതാരം? ശിവകാമിക്ക് വേറെ അവകാശിയുമുണ്ടോ? ഇല്ല ചെട്ടിയാരെ, ശിവകാമിക്ക് ഈ ഭൂമിയിൽ ഒരവകാശിയേ ഉള്ളൂ. അത് ഈ ഭദ്രന. അത് മറന്ന് മറ്റൊരവകാശി വന്നാൽ വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ. താനൊരു കാര്യം തീരുമാനിച്ച ആകാശം ഇടിഞ്ഞു വീണാലും അത് നടത്താതെ പിന്മാറില്ലെന്ന് എനിക്കറിയാം. അതെ അതെ, അല്ലെങ്കിൽ തന്നെ ശിവകാമിക്ക് മുതലാളിയുടെ കൈപ്പിടിയെന്ന് ഊരിപ്പോവാൻ പറ്റുമോ? നല്ല കഥയായി. എത്ര എണ്ണം വെറുതെ പിടഞ്ഞമർന്ന കയ്യായിരുന്നു. അവരെ വെച്ചൊക്കെ നോക്കുമ്പോ ഈ ശിവകാമി ആരാ? വെറും കൊഞ്ച്. ചുമ്മാ പിടിച്ചങ്ങ് വറുത്ത് വിളമ്പിയാ പോരെ. നേരം കെട്ട നേരത്താ ഓരോരുത്തന്മാര് വലിഞ്ഞു കയറി വരുന്നത്. അവകാശം ചോദിച്ചോണ്ട് നമുക്ക് പണിയുണ്ടാക്കാൻ. എന്താ അവന്റെ പേര്? വിഷ്ണു.
ആ ശിവകാമിയുടെ അമ്മായിയുടെ മോനാത്രേ. അവൾക്കാണെങ്കിലോ ആ സർക്കിളിൻ്റെ അളിയനെ മതി. വിഷ്ണുവിനെ ഒരു സഹോദരനായിട്ടാണ് കാണുന്നതെന്ന് അവൾ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതോടെ പാവം നിരാശനായ കാമുകൻ എൻ്റെ അടുത്തെത്തി സഹായം ചോദിക്കാൻ. എന്ത് വില കൊടുത്തും ശിവകാമി അവന് സ്വന്തമാക്കണമെന്ന്. സഹായം ചോദിച്ചു വരുന്നവരെ ഒഴിവാക്കുന്ന ശീലം ഭദ്രനില്ലല്ലോ. ഞാനങ്ങ് സഹായിച്ചു. പാവം മറ്റൊരു ലോകത്തിലിരുന്ന് അവൻ ഇതെല്ലാം കാണുന്നുണ്ടാവും. നീ അവനെ എന്ത് ചെയ്തു? ഞാൻ അവനെ വിജയന്റെ ഒപ്പം ഒന്ന് മീൻ പിടിക്കാൻ വിട്ടു. നീന്തലറിയാത്ത അവൻ മുങ്ങിച്ചാവുകയും ചെയ്തു. അതെ, വളരെ സ്വാഭാവികമായൊരു മരണം. ഒരു തെളിവും ബാക്കി വെക്കാതെ അവന്റെ കഥ കഴിച്ചു. അല്ല ഭദ്ര, ആ സർക്കിളിന്റെ അളിയനുമായിട്ട് ശിവകാമി പ്രേമത്തിലല്ലേ? താനുമായിട്ടുള്ള കല്യാണത്തിന് അവരുടെ വീട്ടുകാർക്ക് സമ്മതവും അല്ല. അപ്പൊ പിന്നെ തന്റെ ആഗ്രഹം എങ്ങനെ സാധിക്കും? അവളുടെ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള വഴിയൊക്കെ ഭദ്രമോരാളി കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ആ ചെക്കൻ, അവനെ ഞാനൊന്ന് മീൻ പിടിക്കാൻ കൊണ്ടുപോകും, അല്ലേ മുതലാളി? അതെ, മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കുക എന്നുള്ളത് പണ്ട് മുതലേ എൻ്റെ ഒരു ശീലമാണ്. ഈ ശിവകാമിയെ ഞാൻ അങ്ങനെ സ്വന്തമാക്കിയിരിക്കും. ആ സർക്കിള് നമ്മൾ വിചാരിക്കുന്ന ആളല്ല. വെറുതെ അബദ്ധങ്ങൾ ചെന്ന് ചാടരുത്. അവൻ എത്ര വലിയവനായാലും എൻ്റെ മുന്നിൽ വെറും സീറോയാ. ഒന്നും മുൻകൂട്ടി കാണാതെ ഈ ഭദ്രൻ ഇറങ്ങിത്തിരിക്കില്ലാന്ന് ചിട്ടിയാർക്കറിയാലോ. അതറിയാം. അവളെ കല്യാണം കഴിക്കുന്നത് കെട്ടിലമ്മയായി വാഴിക്കാനാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? കേരളത്തിന് പുറത്തുള്ള എൻ്റെ പാർട്ട്നേഴ്സിന് നാടൻ ഇനങ്ങളോട് വല്ലാത്ത കമ്പമാ. ഈ നാടനെ അവർക്ക് വിളമ്പി ഞാൻ ഇനിയും വളരും. അപാരം തന്നെ നമിച്ചേ. ഹലോ മുനീർ. ആ ശരി, ഞാനിപ്പോൾ വരാം. ഭദ്ര, കൂപ്പിന്ന് തടി എത്തിയിട്ടുണ്ട്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ശരി കിട്ടിയാറേ. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും. എന്തു പറ്റി മോളെ? വിരഹഗാനത്തിൽ ലയിച്ചിരിക്കുന്നു. ദേ, എന്നോട് വിളിക്കണ്ട. എന്താന്ന് വെച്ചാ എന്നോട് തുറന്നു പറഞ്ഞോ. ഒന്നുമില്ല. ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയൊന്നല്ലല്ലോ മോളെ. നിന്റെ ദുഃഖം എന്താണെന്ന് എനിക്കറിയാം. ഞാനിപ്പം അനിത ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വരിക. എബിയും കൂട്ടരും ഉടൻ തന്നെ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്നെന്നാ കേട്ടത്. നീ പേടിക്കണ്ട, പോകുമ്പം നിന്നെ കൂടി കൂട്ടുമെന്നാ എബി എന്നോട് പറഞ്ഞത്. നീ വിചാരിക്കുന്ന പോലെയല്ല. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും പിരിയാൻ പറ്റില്ല. അപ്പോ നീ ആത്മാർത്ഥമായി സ്നേഹിച്ച് നിന്റെ എബി ഉപേക്ഷിച്ച് നിനക്കിഷ്ടമില്ലാത്ത ഭദ്രമുതലാളിയെ കല്യാണം കഴിച്ച് ജീവിക്കാമെന്നോ? ഭാമേ, അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലാകും. ഞാനും പ്രായം തികഞ്ഞൊരു പെണ്ണ് തന്നെയാ. ഇങ്ങോട്ട് നോക്ക്, ഇത് നിന്റെ ജീവിതമാണ്. ഇവിടെ കടപ്പാടിനും സിമ്പതിക്കും അകപ്പെട്ടു പോയാ നഷ്ടം നിനക്കായിരിക്കും. നിനക്ക് നിന്റെ ജീവിതമാണ് നഷ്ടമാകുന്നത്. നിന്റെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് ഭദ്രമുതലാളിയെ കൊണ്ട് നിന്നെ കെട്ടിച്ച അയാൾക്ക് കൊടുക്കാനിരിക്കുന്ന കടത്തിൽ നിന്നും രക്ഷപ്പെടാമെന്നായിരിക്കും വിചാരം. ഇവിടുത്തെ പല പെണ്ണുങ്ങളുമായിട്ട് അയാൾക്ക് രഹസ്യബന്ധമുണ്ട്. അത് നിനക്കറിയോ? നിന്നെ കെട്ടിയാലും അയാൾ അയാളുടെ സ്വഭാവം കളയില്ല. നിനക്ക് ഒരിക്കലും യോജിച്ച ആളല്ല ഭദ്രമുതലാളി. എവിടെ നിന്റെ അച്ഛനും അമ്മയും? ഞാൻ പറയാം അവരോട്. അവരിവിടെ ഇല്ല. എന്തോ ആവശ്യമായിട്ട് പുറത്തേക്ക് പോയിരിക്കുക. ഭാമേ, എന്തായി നിന്റെ കല്യാണക്കാര്യം? അത് ഞാൻ പിന്നെ പറയാൻ മറന്നു. കല്യാണത്തിന്റെ തീയതി നിശ്ചയിച്ചു. അടുത്ത മാസം 18-ന്. ഞാൻ നിന്നെയാണ് ആദ്യമായി ക്ഷണിക്കുന്നത്. നിനക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കാം. നിനക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. എന്റെ ജീവിതം എന്റെ കൈവിട്ടു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അതൊക്കെ നിന്റെ വെറും തോന്നല. നിന്റെ ജീവിതം ഒരിക്കലും കൈവിട്ടു പോവില്ല. ഞാനതിന് സമ്മതിക്കില്ല. നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ. നിന്റെ മനസ്സ് സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് സന്തോഷം?
മീനാക്ഷി, എന്താ മീനാക്ഷി ഇത്ര ആലോചിക്കാനുള്ളത്? ആരും കൂട്ടിനില്ലാന്നറിയുമ്പോൾ ഇതുപോലെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കേണ്ടി വരും. ദൂരെ നിന്നൊരു സാന്ത്വനക്കാറ്റ് വീശുന്നുണ്ടോന്നറിയാൻ. അല്പം സാഹിത്യമായി പോയല്ലേ? അനന്ത, ഈ ജീവിതം എനിക്ക് മടുത്തു. സത്യത്തിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാ. സ്വന്തം ഭർത്താവിനെ കൊന്നവന്റെ വാക്കുകൾ വിശ്വസിക്കാനും അവന്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്കാനും ഒടുവിൽ അവന്റെ കൂടെ കിടപ്പറ പങ്കിടാനും വിധിക്കപ്പെട്ട ഒരു ഹതഭാഗ്യ ഞാൻ. ഈ പരസ്യമായ രഹസ്യം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും അനന്തൻ ആലോചിക്കുന്നത്. അന്ന് അനന്തനും ബീരാനിക്കും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവനൊരു പതനമുണ്ടാകുന്നത് നമ്മൾ കാണും. ദുഷ്ടന്മാരെ ദൈവം വാനോളം ഉയർത്തും. അതാ ഇപ്പോഴത്തെ സ്ഥിതി. കലികാലം അല്ലേ? അല്ല, അനന്തന്റെ വീടിന് പണി എന്തായി? ഇടയ്ക്ക് ചില സുഹൃത്തുക്കൾ ചേർന്ന് കുറച്ച് പണം തന്ന് സഹായിച്ചു. അങ്ങനെ ആ പ്രശ്നത്തിനൊരു പരിഹാരമായി. ഇനി ഈ പേരും പറഞ്ഞ് ഭദ്രനും അവന്റെ ഗുണ്ടകളും എന്റെ വീടിന്റെ പടി പോലും ചവിട്ടില്ല. ഇനി ഭാമയുടെ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പാണ്. അതിന് മീനാക്ഷി ക്ഷണിക്കാമെന്നതാ. ഇതാ നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മയാണ് ഒരു സബ് ഇൻസ്പെക്ടറെ ഭാമയ്ക്ക് വരനായി കിട്ടിയത്. അനന്തരിക്ക്, ഞാൻ ചായ എടുക്കാം. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. നാട്ടിലെ എല്ലാ ആണുങ്ങളെ നിനക്ക് വേണം, എന്നാലും നിന്റെ കാമ നീരുള്ളടി. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? അപ്പൊ ഞാൻ വന്നതാണ് തെറ്റ്. അതുകൊണ്ടല്ലേ നിന്റെ ഇവന്റെ പ്രേമനാടകം കാണാൻ പറ്റിയത്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സർവ്വഗുണ സമ്പന്നനായ അനന്തന്റെ ലീലാവിലാസങ്ങൾ ഞാൻ പുറംലോകം അറിയിക്കുന്നുണ്ട്. ചൂടാകല്ലേ ചങ്ങാതി. നീ ഇവളെ വിശ്വസിക്കരുത്. ഇവൾ നിന്നെ ചതിക്കും. അതേടാ, ഞാൻ ചതിക്കാൻ തന്നെ തീരുമാനിച്ചു. അനന്തനെയല്ല, നിന്നെ. നിന്നെ പോലെ നെറുകെട്ടെടുത്തിട്ട് ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. അനാവശ്യം പറയുന്നോടി. മീനാക്ഷിയുടെ ദേഹത്ത് തൊട്ടുപോകരുത്. എന്തോ തൊട്ടാ നീ എന്ത് ചെയ്യും? ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? നിന്നെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന മീനാക്ഷി എന്നെ മരിച്ചു. ഇത് വീറും വാശിയുമുള്ള പുതിയൊരു മീനാക്ഷിയാ. എന്നെ മുരുകേട്ടിനെ നീ ചതിച്ചു കൊന്നു. എന്റെ ദ്രോഹം നിന്നോട് ചെയ്തേ. നിന്നെ വിശ്വസിച്ചതോ? ഇതൊന്നും വാഗൊണ്ടല്ല, വാഗതി കൊണ്ടാ പറയേണ്ടത്. എങ്കിലും ഞാനത് ചെയ്യുന്നില്ല. പൊയ്ക്കോ. ഇനി മേല പഴയ ബന്ധത്തിന്റെ പേരിൽ ഈ പടി ചവിട്ടരുത്. ഇറങ്ങിപ്പോടാ. അപ്പൊ നീ എല്ലാം അറിഞ്ഞു കഴിഞ്ഞല്ലടി. നിന്റെ ഭർത്താവ് മുരുകനെ കൊന്ന ഞാൻ തന്നെ അടി. എന്തിനാണെന്നല്ലേ? നിന്നോടുള്ള എന്റെ കാമം തീർക്കാൻ. അത് ഞാൻ ആവശ്യത്തിലധികം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നിന്നെ എനിക്ക് ആവശ്യം. പക്ഷേ ഇവന്റെ മുമ്പിൽ വെച്ച് നീ എന്നെ അപമാനിച്ചതിന് ഒരുപാട് കണക്കുകൾ എണ്ണി എണ്ണി പറയേണ്ടി വരും. കഴിവരുടെ മോളെ. ഇങ്ങനെ അടിച്ചു പൊട്ടിക്കാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ഭദ്ര. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. എന്നാലും അവന്റെ മുമ്പിൽ വെച്ച് അവൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ പ്രതീക്ഷയിൽ കിട്ടിയാരെ. അവന്റെ മുമ്പിൽ വെച്ച് അവൾ എനിക്ക് പുല്ലുവിലയാ തന്നത്. ഇന്നത്തെ പെണ്ണുങ്ങളെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലെന്ന് ഇപ്പൊ തനിക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണ്ടിയാണല്ലോ താൻ അവളടുത്ത് പോയത്. ഈ മാനക്കേടിന് ഞാനൊരു പരിഹാരം കാണുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ തിരിച്ചു പോകും. തൻ്റെ കല്യാണം ഉടനെ തന്നെ നടക്കും. ഹണിമൂൺ എൻ്റെ ചെലവിൽ ഞാൻ തീരുമാനിക്കുന്നിടത്ത്. എന്താ, സന്തോഷമായില്ലേ? അതൊക്കെ ചെട്ടിയാരുടെ ഇഷ്ടം. ശിവകാമി എങ്ങനെയായിരുന്നാലും മീനാക്ഷിയേക്കാൾ മിടിക്കായിരിക്കുമെന്ന് എനിക്കറിയാം. തൻ്റെ സെലക്ഷൻ തെറ്റില്ലല്ലോ. അല്ല, ഇത് എത്രാമത്തെ പ്രാവശ്യം താൻ കല്യാണം കഴിക്കുന്നത്? എല്ലാം ചെട്ടിയാരെ പോലുള്ളവർക്ക് വേണ്ടിയല്ലേ? എല്ലാം ആ സേട്ടുവിന് വേണ്ടിയല്ലേ?
അയാളെ എങ്ങനെയെങ്കിലും നമ്മുടെ കൈക്കുള്ളിലാക്കണം. അതിന് ശിവകാമിയെ പോലൊരു പെണ്ണ് വേണം. കല്യാണം കഴിഞ്ഞാൽ ഭദ്രൻ വിചാരിച്ചാൽ അത് ഈസി ആയിട്ട് നടക്കുമല്ലോ. നടക്കും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. ഓക്കെ ഓക്കെ, ശരി. ഈ ചെട്ടിയാറ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അയാളെ ഒരിക്കലും പിണക്കാൻ പറ്റില്ല. മുരുകന്റെ മരണത്തെക്കുറിച്ച് ഒരുപാടങ്ങ് അന്വേഷണം വരാത്തതും പോലീസിന് കൊടുത്ത പരാതി അവളെ കൊണ്ട് പിൻവലിപ്പിച്ചതും ഈ ചെട്ടിയാരുടെ മിടുക്ക. പക്ഷെ ഞാൻ ആലോചിക്കുന്ന അതല്ല, മുരുകൻ കൊല ചെയ്യപ്പെട്ട കാര്യം മീനാക്ഷി എങ്ങനെ അറിഞ്ഞു എന്നാ. ആകെയുള്ളൊരു ദുക്സാക്ഷി ആ ബീരാനാ. അയാൾ ഒരിക്കലും പോയി പറയില്ല. ഏതായാലും അവളെ സൂക്ഷിക്കണം. അവൾ വിചാരിച്ചാൽ ഞാൻ കുടുങ്ങും. അവളെ അങ്ങ് ഒതുക്കിയാലോ മുതലാളി? പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് അപകടം വരുത്തി വയ്ക്കും. ആലോചിച്ച് തീരുമാനിക്കണം. ആ അനന്തന അവളുടെ ഇപ്പോഴത്തെ സഹചാരി, അവനെ ആദ്യം ഒതുക്കണം. മുതലാളി എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. ആ SI ഹരിദാസ് ഇടപെട്ടുകൊണ്ടാ വീടിന്റെ ആധാരം ഞാൻ തിരിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ പണവും പലിശേട്ടവും വന്നപ്പോ ഞാൻ ഒഴിഞ്ഞു മാറിയനെ. നിങ്ങളൊരു കാര്യം ചെയ്യും, അനന്തനിന് മീനാക്ഷിയെ കാണാൻ അവിടെ വരരുത്. വന്നാൽ പിന്നീട് ഒരിക്കൽ കൂടി വരാൻ അവന് കാലുകൾ ഉണ്ടാവരുത്. യവനെ അങ്ങ് തീർത്തേക്ക്. നിനക്ക് മുതലാളി വെച്ചോണ്ടിരിക്കുന്ന പെണ്ണെ തന്നെ വേണം. അല്ലടാ, ഇതൊരു ചൂട്. ശിവകാമി, മോളെ ശിവകാമി, കുടിക്കാൻ ഇത്തിരി വെള്ളം ഇങ്ങെടുത്തേ. ഇവളിവിടെ ഇല്ലേ? ഈ പെണ്ണി വാതിൽ ഉറന്നിട്ടിട്ട് എവിടെ പോയിരിക്കുക? പല പ്രാവശ്യം ഇവളോട് പറഞ്ഞിട്ടുള്ളതാ, ഞങ്ങളോട് പറയാതെ ഇവിടുന്ന് ഒരിടത്തും പോവരുതെന്ന്. ശിവകാമി, എടി ശിവകാമി, എടി ശിവകാമി. ഷോ, എന്തൊരു കഷ്ടമായത്. ഈ പെണ്ണിത് എവിടെ പോയത്? ശിവകാമി, മോളെ, മോളെ, പൊന്നു മോളെ, പൊന്നു മോളെ, മോളെ. എന്താ എല്ലാരും ഇവിടെ? എന്താ ഇവിടെ? ചേട്ടാ, നമ്മുടെ മോള് നമ്മുടെ പോയി. എന്നാലും എന്തിനാ
അവൻ നിന്നോട് ഈ ക്രൂരത കാണിച്ചു? അവനെ ഇത് ചെയ്തത്. അവനെ ഇവര് കണ്ടതാ. അവൻ നിന്നോട് പ്രേമം നടിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. എന്താ ഇത്ര അത്യാവശ്യം? അത് ചേച്ചി, ഓഫീസിൽ നിന്ന് MD വിളിച്ചിരുന്നു, അത്യാവശ്യമായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ഓ, അത് ചതിയായി പോയല്ലോ. ഏതായാലും ഇച്ചാൻ ഇങ്ങി വരട്ടെ, എന്നിട്ട് പോകാം. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള പുഴമീൻ മല്ലിക കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനിത് വറുത്തു തരാം. എനിക്കൊന്നും വേണ്ട ചേച്ചി, പോയിട്ട് ധൃതിയുണ്ട്. മണിക്കുട്ട, പിന്നെ ഇച്ചായൻ ഇന്നലെ എന്നോടൊരു കാര്യം പറഞ്ഞു. നീ ഇവിടുത്തെ ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പത്തിലാണെന്ന്. ആണോടാ? നീ അങ്ങനെയൊന്നും പോകുന്നവനല്ലാന്ന് പറഞ്ഞിട്ടും ഇച്ചായന് വിശ്വാസം വരുന്നില്ല. ഒരു പോലീസ് കോൺസ്റ്റബിൾ കണ്ടു അത്രേ. അന്ന് നീ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചില്ലേ, ആ പെണ്ണാണെന്നാ. ഇച്ചായൻ ഇങ്ങി വരട്ടെ, നേരിട്ട് നീ തന്നെ പറയുമ്പോ പുള്ളിക്കാരന് വിശ്വാസമാവും. അനിതേ, വെള്ളം ചൂടായി, ദാ വരുന്നു. ചേച്ചി പോവാൻ സമ്മതിക്കുന്നില്ല. ഇച്ചായം വന്നിട്ട് പോയാ മതിയെന്നാ ഇപ്പൊ പറയുന്നേ. അളിയൻ വരുന്നുണ്ട്, വാ നമുക്ക് മാറി നിൽക്കാം. അവനെവിടെ? അവര് ബാംഗ്ലൂർക്ക് പോകാൻ തയ്യാറെടുക്ക. ഇച്ചായം വന്നിട്ട് പോകാന്ന് ഞാൻ പറഞ്ഞു. അത് നന്നായി, ഇല്ലെങ്കിൽ പ്രതി അന്വേഷിച്ച് ബാംഗ്ലൂർ പോകേണ്ടി വന്നേനെ. പ്രതിയോ? അതെല്ലാം പറയാം, നീ അവനെ വിളിക്ക്. എന്താടാ, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. വാ, വന്ന് വണ്ടി കയറി. എന്താ ഇച്ചായ, കാര്യം പറ. നിന്റെ ഈ പുന്നാര അനിയൻ ഇപ്പൊ ഒരു കൊലപാതകയാ. കൊലപാതകയോ? ഇവനോ? എന്താ ഇച്ചായി പറയുന്നേ? നിനക്കറിയാലോ, നിയമത്തിന്റെ മുന്നിൽ ഞാൻ സ്വന്തവും ബന്ധവും നോക്കാറില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. വേണ്ട, നീ ഒന്നും പറയണ്ട. മരിച്ച പെണ്ണിന്റെ അമ്മയാ ദൃക്സാക്ഷി. പോലീസിന് മുന്നിൽ നീ കുറ്റവാളിയാ. ചേച്ചി, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവനൊരു പെണ്ണുമായിട്ട് പ്രേമത്തിലാണെന്ന്? നീ വിശ്വസിച്ചില്ലല്ലോ. ഇവന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതുകൊണ്ട് അവളെ ബലാത്സംഗം ചെയ്ത് കൊന്നു. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് നിന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ ഡ്യൂട്ടിയാ ചെയ്യുന്നത്. എബി, ഇവിടെ ബന്ധത്തിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. നീ നിയമത്തിന് മുന്നിൽ സറണ്ടർ ചെയ്യണം. അതാ നിനക്ക് നല്ലത്. വലിയൊരു പോലീസ് സന്നാഹമായിട്ട് വന്ന് ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാൻ ഒറ്റയ്ക്ക് വന്നത്. വാ, വന്ന് വണ്ടി കയറി. എബി, വരാൻ. എബി, ഓടിക്കടാ. അരുതേ, നീ മാറി നിൽക്ക്. നിനക്കറിയാഞ്ഞിട്ടാ ഈ നാട് മൊത്തം ഇളകിയിരിക്കാം. അവരുടെ കയ്യിൽ ചെന്ന് വീണ പേപ്പട്ടിയെ തല്ലുന്ന പോലെ തല്ലിക്കൊല്ലും. അതുകൊണ്ടാ ഞാൻ അവനെ കസ്റ്റഡിയിലെടുക്കാൻ ഇങ്ങോട്ട് വന്നത്. മാറി നിൽക്കടി. അപ്പോഴേ പറഞ്ഞല്ലേ ഇച്ചായനോട് പറയാൻ നിൽക്കണ്ടെന്ന്. നിന്റെ ഇച്ചായൻ ആളൊരു ക്രൂരനാ, അല്ലെങ്കിൽ നീ പറയുന്നത് കേൾക്കുമായിരുന്നില്ലേ? എടാ, എന്റെ പ്രതീക്ഷ ആകെ തെറ്റിടാ. ഇച്ചായനെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഞാൻ വിചാരിച്ചത്. എബി, നീ ഞങ്ങളോട് സത്യം പറയണം. ശിവകാമിയുടെ കൊലപാതകത്തിൽ നിനക്കൊരു പങ്കുമില്ലെന്ന്. അപ്പൊ ഇതുവരെ ഒന്നും ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായിട്ടില്ല അല്ലേ? വേണ്ട, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ കണക്കാ. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണാ ശിവകാമി. എനിക്ക് അവളോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പറ്റൂടാ? എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഇങ്ങനെ കാണിക്കോ? ശിവകാമിയെ എന്നും ഞാൻ കാണുന്ന സ്ഥലത്ത് കാണാത്തോണ്ടാ അവളെ അന്വേഷിച്ചു പോയതും ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നു. ഞാൻ പറയുന്നത് ഇനിയും നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിട്ടു പോ. രക്ഷപ്പെടാം. നിന്നെ ഒറ്റപ്പെടുത്തിയുള്ള രക്ഷ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമാണ്. നിനക്കൊരിക്കലും ക്രൂരനാവാൻ കഴിയില്ല.
നിങ്ങളിങ്ങനെ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നഷ്ടപ്പെട്ടതൊരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ. അല്ല, നിങ്ങളെന്തെങ്കിലും കഴിച്ചാണോ? ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ തോന്നുന്നില്ല മുതലാളി. എന്തിനാ ആ ദുഷ്ടൻ എന്റെ മോളോട് ഈ കടുങ്കൈ ചെയ്തത്? അവന്റെ തല ഇടത്തി വീഴും. ഈ വീടിന്റെ മഹാലക്ഷ്മിയെ പടിയിറങ്ങിപ്പോയത് സഹിക്കാൻ പറ്റുന്നില്ല മുതലാളി. ആ പോലീസുകാർ പിന്നെ ഇങ്ങോട്ട് വല്ലതും വന്നോ? ആരും വന്നിട്ടില്ല. പിള്ളച്ചേട്ടൻ വിഷമിക്കണ്ട, നമ്മുടെ ആൾക്കാരെ തപ്പുന്നുണ്ടവരെ. ഒന്നുറപ്പാ, ആ CA ജോൺ സാമുവലിന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവും അവൻ. ഈ ഭദ്രൻ കളത്തിലിറങ്ങാൻ പോവാ. ഭാര്യ സഹോദരനെ ഏത് കരിങ്കൽ മടയെ കൊണ്ടൊളിപ്പിച്ചാലും ഈ ഭദ്രം പൊക്കിയിരിക്കും. പിള്ളച്ചേട്ടന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടിട്ടിരിക്കും, ഒന്നുകിൽ ജീവനോടെ അല്ലെങ്കിൽ ശവമായിട്ട്. ജീവനോടെ വേണം എനിക്ക് അവനെ. എന്റെ കുട്ടിയോട് എന്തിനാ ഇങ്ങനെ കാണിച്ചെന്ന് എനിക്ക് അവനോട് ചോദിക്കണം. എന്ന് ഞാനങ്ങോട്ട് ഇറങ്ങാം. ചാർലി ഞാൻ ഇങ്ങോട്ട് അയക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനോട് പറഞ്ഞാൽ മതി. ആ ശരി. ശിവകാമിയുടെ കൊലയ്ക്ക് പിന്നിൽ എബിയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ പിന്നെ അവൻ ഒളിവിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. പ്രതിയെ ബന്ധുത്വത്തിൻ്റെ പേര് പറഞ്ഞ് ഞാൻ സംരക്ഷിക്കുന്നുവെന്നാണ് ജനസംസാരം. ഈ വാർത്ത മുകളിലോട്ടും എത്തിക്കഴിഞ്ഞു. SP എന്നെ വിളിച്ചിരുന്നു. ഹരി, എൻ്റെ ഭാര്യ സഹോദരനാണെന്നുള്ള ഒരു പരിഗണനയും അവന് കൊടുക്കണ്ട. എത്രയും പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണം. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരുടെയും ഗുഡ്വിൽ നഷ്ടമാവും. സാർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമ്മൾ അവനെ എവിടെ പോയി തപ്പും? ഈ നാട്ടിലാണെങ്കിൽ അവനില്ല. ബാംഗ്ലൂരിൽ അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അവൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തോ അവനോ അവൻ്റെ കൂടെയുള്ളവരോ എത്തിയിട്ടില്ല. ഞാൻ വിശദമായി അന്വേഷിച്ചതാ. പിന്നെ അടുത്ത ബന്ധുക്കളായിട്ട് പറയാൻ ആരും തന്നെ ഇല്ല താനും. എബിയുടെയും ഫ്രണ്ട്സിൻ്റെയും മിസ്സിങ്ങിൽ ഒരു ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ത് ദുരൂഹത? താൻ തെളിച്ചു പറ. സാർ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ്റെ മൃതദേഹം കടൽക്കരയിലടിഞ്ഞു. കടൽ വെള്ളം കുടിച്ച് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പക്ഷേ ആത്മഹത്യ എന്ന നിലയിലാണ് നമ്മൾ ഫയൽ ക്ലോസ് ചെയ്തത്. എൻ്റെ സംശയം, അവനെ ആരെങ്കിലും മനഃപൂർവ്വം കടലിലേക്ക് തള്ളിയിട്ടതാണെങ്കിലോ? ഒരുപക്ഷെ അവന് നീന്തൽ അറിയില്ലെങ്കിൽ വെള്ളം കുടിച്ച് മരിച്ചല്ലേ പറ്റൂ. കൂടാതെ മീനാക്ഷിയെ കാണാനില്ലെന്ന് പറഞ്ഞ അവളുടെ ബന്ധുക്കൾ പരാതി തന്നിട്ട് അവളെ അന്വേഷിച്ച് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി അവൾ ജീവനോടെ ഉണ്ടോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹരി ഉദ്ദേശിക്കുന്നത്? സർ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരാളുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം. ആരുടെ? ഭദ്രൻ്റെ. സർ, അനന്തനെ ആക്രമിക്കാൻ തുടങ്ങുന്നതിനിടയിൽ അപ്രതീക്ഷിതമായാണ് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് അവൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റി. ഒരുപക്ഷെ ഞാൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ വിഷ്ണുവിൻ്റെ ഗതിയായിരിക്കും അനന്തന് സംഭവിക്കുക. ഭദ്രനെ ആകട്ടെ മണിക്കൂറുകൾക്കൊക്കെ ഇറക്കി വിടേണ്ടിയും വന്നു. മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ സാർ. അപ്പോൾ താൻ പറഞ്ഞു വരുന്നത് വിഷ്ണുവിന്റെ മരണത്തിനും മീനാക്ഷിയുടെ തിരോധാനത്തിനും പിന്നിൽ ഭദ്രനാണെന്നാണോ? എന്നല്ല സാർ, ഭദ്രന്റെ കൈകൾ പ്രവർത്തിക്കാൻ പറ്റിയ മേഖലകളാണ് ഇവിടെയൊക്കെ. ഹരി, വെറുതെ സംശയത്തിന്റെ പേരിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ നമുക്ക് അധികാരമില്ല. തെളിവുകളാണ് നമുക്ക് പ്രധാനം. അഥവാ ഇനി നമ്മൾ അങ്ങനെ ചെയ്താലും കോടതിയിലെത്തുമ്പോൾ കേസ് തള്ളിപ്പോവും. വെറുതെ കോടതിയുടെ പരാമർശവും കേൾക്കേണ്ടി വരും. കുറ്റവാളി എത്ര വലിയവനായാലും തെളിവിന്റെ ഒരു കച്ചിത്തുരുമ്പ് കാണും. അവിടെ നിന്ന് തുടങ്ങാം. കമോൺ സർ. അനിതേ, എണീക്ക്. ഈ കാപ്പി കുടിക്ക്. ഒന്നും കഴിക്കാതെ ഇങ്ങനെ ദുഃഖിച്ചു കിടന്ന എല്ലാത്തിനും പരിഹാരമാവോ? എബിക്കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. എഴുന്നേക്ക്, എണീക്ക്. ആ, എണീക്ക്. ഈ കാപ്പി കുടിക്ക്. വേണ്ട ചേച്ചി. വേണ്ട ചേച്ചി, അവൾ എണീക്കണ്ട. ഒന്നും കഴിക്കാൻ വേണ്ട. എന്തെങ്കിലും അസുഖം പിടിക്കട്ടെ, കൊണ്ടോടാൻ ഞാനുണ്ടല്ലോ. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവളൊരു കാര്യം. നീയും കൂടി ഇങ്ങനെ തുടങ്ങിയാ ഞാനകെ തളർന്നു പോവാനിതാ. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ പോലീസുകാർ എപ്പോഴും എങ്ങനെ ബന്ധത്തിനും സ്വന്തത്തിനും ഒരു വിലയും കൽപ്പിക്കാത്തവർ. പാവ എന്റെ അനിയൻ. എനിക്ക് അവനോട് സ്നേഹമില്ലെന്നാണോ നീ കരുതിയത്? അവൻ നിന്റെ മാത്രമല്ല, എന്റെയും അനിയനാ. എന്നിട്ടാണോ കണ്ണീ ചോരയില്ലാതെ ഇങ്ങനെ? അത് നിന്റെ വെറും തോന്നലാണിത്. ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് നീതി പുലർത്തിയേ ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. ആരോടും 5 പൈസ പോലും കൈക്കൂലി വാങ്ങുകയോ മറ്റു പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുകയോ ചെയ്തിട്ടില്ല. അതിനിയും അങ്ങനെ ആയിരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കിട്ടുകയുള്ളൂ. അതിനുശേഷം മാത്രമേ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ശിവകാമിയുടെ കൊലപാതകം എബിയുടെ കൈകൾ കൊണ്ടാണെന്ന് തെളിഞ്ഞാൽ ഒരിക്കലും ഞാൻ നീ എന്നെ നിർബന്ധിക്കരുത്.
ചിറകാർത്തു പാടിയിടുമോ ഉദയങ്ങളെ സ്വർണ്ണത്തിരാവായി ചിറകാർത്തു പാടിയിടുമോ വർഷമേഘങ്ങളായി കണ്ണുനീരൊതുക്കി ഉഷ്ണമേഖലയിൽ മയങ്ങിയിടുമ്പോ വന്നിടുമോ പൊന്നുഷസായി നീ കഥനാഗ്നിയിൽ വീണെരിഞ്ഞമരും കനവുകൾ കാണുന്ന വേഴാമ്പൽ ഞാൻ കളിയരങ്ങിൽ ആളുകളൊഴിയും വിധിയുടെ താളിലെ വേദാന്തം ഞാൻ നവഗ്രഹദോഷം തീർത്തിടുവാ നവഗ്രഹദോഷം തീർത്തിടുവാ ജന്മങ്ങൾ പൂച്ചുടുവാ തണലുകൾ തേടിടുമ്പോ തന്നിടുമോ നിന്നുടെ തീരം വിരഹാർത്തിതൻ വീണയിൽ തൊടുവാൻ വിരലുകൾ തേടുന്ന ഗായകൻ ഞാൻ കൽവിളക്കിൻ നാളങ്ങൾ തിരയും വഴിയമ്പലത്തിലെ യാത്രികൻ ഞാൻ അഭയത്തിരങ്ങൾ കാട്ടിയിടുവാ അഭയത്തിരങ്ങൾ കാട്ടിയിടുവാ ബന്ധങ്ങൾ വേരോടുവാ പഴങ്കഥ പാടിടുമ്പോ പെയ്തിടുമോ നിന്നൊടി ജാലം ഉദയങ്ങളെ സ്വർണ്ണത്തിരാവാ ചിറകാർത്തു പാടിയിടുമോ ഉദയങ്ങളെ സ്വർണ്ണത്തിരാവാ ചിറകാർത്തു പാടിയിടുമോ വർഷമേഘങ്ങളായി കണ്ണുനീരൊതുക്കി ഉഷ്ണമേഖലയിൽ മയങ്ങിയിടുമ്പോ വന്നിടുമോ പൊന്നുഷസായി നീ എങ്ങനുണ്ട്? നാടാകെ ഇളക്കി മറിച്ചിരിക്കുകയല്ലേ ശിവകാമിയുടെ കൊലപാതകം. ഒന്നുകിൽ അവന്മാരെ പോലീസ് പൊക്കും, അല്ലെങ്കിൽ നാട്ടുകാർ തല്ലിക്കൊല്ലും. നമ്മുടെ കസ്റ്റഡിയിലാണ് അവന്മാരെന്ന് ആർക്കും ഇപ്പം അറിയില്ല. പെണ്ണിനെ കൊന്നവർ ഒളിവിൽ, അതാണ് തലക്കെട്ട്. നാളെ അത് മാറണം. ചെയ്ത കുറ്റത്തിന് പ്രായച്ചിത്തമായി അവർ മൂന്നുപേരും ആത്മഹത്യ ചെയ്തു. അതെങ്ങനെ? നമ്മൾ അവന്മാരെ കൊല്ലുന്നു, എന്നിട്ട് അതൊരു ആത്മഹത്യയാക്കി മാറ്റുന്നു. എന്താ, ഇന്ന് രാത്രിയോട് കൂടി എല്ലാം അവസാനിപ്പിക്കണം.
എന്നാ നിങ്ങൾ ചെല്ല്. എനിക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. ഭാമ എന്റെ അടുത്ത ഇര. നിന്നെ കെട്ടാൻ പോണ SI ഹരിദാസേമാൻ നിന്റെ ദേഹത്ത് തൊടുന്നതിന് മുമ്പ് നിന്നെ എനിക്ക് അനുഭവിക്കണം മോളെ. വാടിയിങ്ങോട്ട്. അതെന്റെ ഒരു വാശിയ. നിന്റെ കൂട്ടുകാരി ശിവകാമി നീ വിചാരിക്കുന്ന പോലെ ആ ബാംഗ്ലൂർ ചെറുക്കൻ കൊന്നൊന്നുമല്ല. ഇതുപോലൊരു ദിവസം അവളെയും ഉണ്ടായി കിട്ടി. എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്ത് ചെയ്യാം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് നടക്കുന്ന മറ്റൊന്ന്. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നേ? അച്ഛനും അമ്മ ഇവിടെ ഇല്ല. അതറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. തനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലെന്ന് പറയുന്നു. പ്രേമം തലയ്ക്ക് പിടിച്ചു അല്ലേ? ആട്ടെ, അവൻ നിന്നെ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞു. എനിക്ക് വിരോധമൊന്നുമില്ല, അവൻ നല്ല പയ്യനാ. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും. അതിന് പ്രത്യുപകാരമായി ശിവകാമി എനിക്കൊരു കാര്യം സാധിച്ചു തന്നെ. ഒരു ദിവസം, ഒരേ ഒരു ദിവസം മാത്രം നീ എന്റെ ഭാര്യയായിരിക്കണം. അനാവശ്യം പറയുന്നു, ഇറങ്ങിപ്പോടോ. പോകാൻ തന്നെയാ വന്നത്. പക്ഷെ ഞാൻ എന്തിനു വേണ്ടിയാണോ വന്നത് അത് സാധിച്ചിട്ടേ പോകും. ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോവും. ശരീരാവയവങ്ങൾ വളർന്നെങ്കിലും നീ ഇപ്പോഴും കൊച്ചുകുട്ടിയാ. വിളിച്ചു പോവാൻ നിന്റെ നാവ് അടങ്ങിയിട്ട് വേണ്ടേ? നിക്കടി നിക്കടി. കൊല്ലണമെന്ന് വിചാരിച്ചല്ല, സംഭവിച്ചു പോയി. എന്ത് ചെയ്യാ? അവക്ക് അത്ര ആയുസ് വിധിച്ചിട്ടുള്ള ദൈവം. കാരണം വെറും കാരണം. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ നോക്ക്. നീ നല്ല കുട്ടിയായി ഞാൻ പറയുന്ന അനുസരിച്ചാൽ ശിവകാമിയുടെ അവസ്ഥ മോക്കുണ്ടാവൂല, ഉറപ്പ്. ഹലോ ഭദ്രൻ, താനിപ്പോ എവിടെയാ? ഞാൻ നമ്മുടെ കേന്ദ്രത്തിൽ തന്നെ ഉണ്ട്. ചെട്ടിയാർ എവിടെയാ? അത് പറയാം. ഞാനിപ്പോ വിളിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. സ്റ്റേഷനിൽ നിന്ന് ആ ഹെഡ് കോൺസ്റ്റബിൾ പ്രഭാകരൻ എന്നെ വിളിച്ചു. എന്താ കാര്യം? വിൽഫ്രഡിനെയും രഘുവിനെയും ആ SI ഹരിദാസ് കസ്റ്റഡിയിൽ എടുത്തു. ഭാമയെ പിന്തുടർന്ന് അവന്മാർ ചെന്നുപെട്ടത് ആ SIയുടെ മുമ്പിലാണ്. രണ്ടെണ്ണത്തിനെ അയാൾ ഇടിച്ച് പദം വരുത്തി. തത്ത പറയുന്നത് പോലെ
അവന്മാർ എല്ലാ സത്യവും അയാളുടെ മുമ്പിൽ ഛർദ്ദിച്ചു. ചെട്ടിയാർ എന്താ പറഞ്ഞേ? അതേ ഭദ്ര, എബിയും കൂട്ടനും തന്റെ കസ്റ്റഡിയിലാണെന്നത് മുതൽ ശിവകാമിയുടെ കൊലപാതകം, വിഷ്ണുവിന്റെ കൊലപാതകം, ഇതുവരെ നമ്മൾ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്ന മീനാക്ഷിയുടെ തിരോധാനത്തിന് പിന്നിലും താനാണെന്നുള്ള സത്യം അവർ പോലീസിനോട് ഏറ്റുപറഞ്ഞു. ഇവന്മാരെന്ത് മണ്ടത്തരാ കാണിച്ചത്? ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ആ സർക്കിൾ കൂട്ടർ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അവരവിടെ എത്തുന്നതിന് മുമ്പ് താൻ അവിടുന്ന് രക്ഷപ്പെടണം. ചെട്ടിയാരെ, രഘുവിനെയും വിൽഫ്രഡിനെയും എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. അതൊക്കെ അപകടമാണ്. സ്റ്റേഷനിൽ നമുക്ക് പോകാൻ പറ്റില്ല. ആ ഹരിദാസ് അവിടെ ഉണ്ട്, താൻ സൂക്ഷിക്കണം. എന്തായാലും ഞാൻ എൻ്റെ ആൾക്കാരെ കൂട്ടി അങ്ങോട്ട് ഉടനെ വരാം. ശരി ചെട്ടിയാരെ, ഇതെല്ലാം ആ ഹരിദാസിന്റെ പണിയാണ്. അവനെ ഒതുക്കണം. ഹലോ സീമാനെ, അളിയനെ കൊണ്ട് ചുളുവിലങ്ങ് രക്ഷപ്പെടാന്ന് കരുതിയല്ലേ? കേട്ടോടാ പീറ്ററെ, നമ്മുടെ CM എന്ന ആളൊരു പുലിയാ. പുലിയാണോ എലിയാണോ എന്ന് ഞാൻ പിന്നീട് പറയാം. ഭദ്രൻ, നിങ്ങൾ നിയമത്തിന് മുന്നിൽ കീഴടങ്ങും. എന്തോ? ഏത് വകുപ്പില്ല സാറേ? ഭദ്ര, ഞാനത് വിശദീകരിക്കണോ? ഭാമ എന്നോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിയമത്തിന്റെ മുന്നിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സാറേ, അങ്ങനെ കീഴടങ്ങാനാണെങ്കിൽ ഈ ഭദ്രന് അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. മോനെ പീറ്ററെ, സാറിനൊന്ന് മനസ്സിലായിക്കൊടുറാ. ഭദ്ര, നോ, കൂടുതൽ അഭ്യാസമൊന്നും വേണ്ട. അനുസരിക്കുന്നത് നല്ലത്. നടക്ക്. ഭദ്രനെ ഇറക്കി വിട്. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ചെട്ടിയാർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ? എങ്കിലൊന്ന് കാണട്ടെ. ഇറക്കിക്കൊണ്ട് വാടാ. ഭദ്ര, കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ കോള് വന്നത്. എന്താ ഇത്ര പെട്ടെന്ന് തിരിക്കാൻ? പോയിട്ട് ധൃതിയുണ്ട്. ഒരാഴ്ചത്തെ പ്രോഗ്രാമായിട്ടാ വന്നേ. പക്ഷേ ഇങ്ങനെയൊക്കെ ആവുമെന്ന് തീരെ പ്രതീക്ഷിച്ചതേയില്ല. അളിയൻ രാവിലെ അത്യാവശ്യമായിട്ട് എവിടെയാ പോയത്? SP വിളിച്ചിരുന്നു, ഒരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട്. അല്ല, നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ? അയ്യോ, ഒന്നും വന്നതിന്റെ ക്ഷീണം മാറിയിട്ടേ ഇല്ല. നിനക്കെന്നോട് വിരോധമൊന്നുമില്ലല്ലോ. ഒരു പോലീസ് ഓഫീസറും ഫാമിലി മാറ്റേഴ്സിലൊന്നും അടിമപ്പെടാൻ പാടില്ല. സോ ഡോണ്ട് ഫീൽ ബാഡ്. അയ്യോ, അളിയൻ അളിയന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത്. എനിക്ക് അളിയനോട് റെസ്പെക്റ്റാ തോന്നുന്നു. ഇനി ഇങ്ങനെയുള്ള അബദ്ധത്തിലൊന്നും പോയി ചാടരുത്. നിങ്ങൾ നല്ല ഫ്യൂച്ചറുള്ള ചെറുപ്പക്കാരല്ലേ.
നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കണം. അടുത്ത വെക്കേഷന് നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് അടിച്ചു പൊളിക്കാം. എന്നാ ശരി, ഇനി സമയം കളയണ്ട. എന്നാ ഞങ്ങൾ പൊക്കോട്ടെ. ഇനി ഒരു 100 പിടിപ്പിച്ചാലേ രാത്രി 10 മണിക്കെങ്കിലും ബാംഗ്ലൂരിലെത്തൂ, അല്ലടാ? ആ, ശ്രദ്ധിച്ചു പോണം. അധിക സ്പീഡൊന്നും വേണ്ട. ശരി. ഓക്കെ, ഗുഡ് ലക്ക്.